ഷോപ്പാണ് വന്നതിന് ശേഷം ഞാൻ അച്ഛൻ ഒരു ദിവസം പേരുടെ അമ്പലത്തിൽ പോയിരുന്ന സമയത്താണ് ഈ ഷോപ്പ് ഉദ്ഘാടനം ഗ്ലാസ് കണ്ടിട്ട് AC ഷോറൂം പുറത്തങ്ങനെ കണ്ട്. അപ്പോ അച്ഛനോട് പറഞ്ഞു, പണ്ട് 2012 മുതൽ എന്നോട് ആദ്യം പറയാറുണ്ട്, എന്റെ തറവാടിന്റെ തൊട്ടടുത്താണ് നാരായണന്റെ വീട്. വിനോദ് സാർ വീട് 2 വർഷപ്പുറത്താണ്. അപ്പോ വിനോദ് സാർ എനിക്ക് പരിചയമില്ല, നാരായണൻ നമുക്ക് മുന്നേ പരിചയമുള്ള ആളാണ്. അച്ഛന്റെ സുഹൃത്താണ്, എന്റെ ഫ്രണ്ടിന്റെ അച്ഛനാണെങ്കിൽ എന്റെ കൂടെ പഠിച്ചാണ്. നാരായണനെ എപ്പോ കണ്ടാലും എവിടെ കണ്ടാലും ആ പെരേക്കട മേഖലയിൽ ആരെ കണ്ടുകഴിഞ്ഞാലും നാരായണ പറയാൻ താല്പര്യമില്ല. അതേപോലെ നമ്മളോട് ചെയ്തിട്ട് പറഞ്ഞില്ല. അങ്ങനെ കുട്ടിയുടെ ഷോപ്പിട്ട സമയത്ത് ഞാൻ വിചാരിച്ച നാരായണ ഷോപ്പാണ്. നാരായണനെ വിളിച്ച് നാരായണ പറഞ്ഞ ആയിക്കോട്ടെ പിന്നെ ഐഡിയാണെന്ന് പറഞ്ഞ അങ്ങനെ അച്ഛനാണ് ജോയിൻ ചെയ്തത്. വേണു സാറാണ് അച്ഛൻ ഐഡിയ കൊടുത്തത്. അത് 2020 എനിക്ക് തോന്നുന്നു ജൂൺ മാസത്തിൽ. അത് ഐഡിയ എടുത്ത് സാധനം എടുത്ത് ഉപയോഗിച്ച് 2000 സാധനം വാങ്ങി ഉപയോഗിച്ച് ആ സമയത്ത് ഞങ്ങളുടെ ഷോപ്പ് അച്ഛന് ചായ കച്ചവടം അതുപോലെ തന്നെ കൊപ്പരാത്ത പരിപാടിയൊക്കെ ആയിട്ടാണ്. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ ലൈസൻസിന്റെ ചെറിയ വിഷയത്തിന് ഷോപ്പൊന്ന് നവീകരിച്ച് അതൊന്ന് ഉഷാറാക്കാനുള്ള പരിപാടി തൽക്കാലം ഒന്ന് ഷട്ടർ അടച്ച് ഒന്ന് കറക്റ്റാക്കി ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ജോയിൻ ചെയ്തതിന്റെ 6ാമത്തെ ഐഡി കട്ടാവാനുള്ള ആ മാസമാണ് ഞങ്ങൾ ഡിസ്പ്ലവർ എടുത്തിരുന്നത് ആർസിഎം സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്താണെങ്കിൽ ലൈസൻസ് റെഡിയായി. ആ സമയത്ത് തന്നെ എന്ത് ചെയ്തു, ഷോപ്പിന്റെ ഉദ്ഘാടനത്തോടനുസരിച്ച് ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ സ്റ്റാർട്ടാക്കി ആർസിഎം തുടങ്ങി. അങ്ങനെ സെപ്റ്റംബറിൽ ഞാൻ ഐഡിയ എടുത്തു. അങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അച്ഛൻ എന്ത് ചെയ്തു, അച്ഛൻ വലിയ താല്പര്യമില്ല, അച്ഛന് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ ഐഡിയ എടുത്ത് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ചെയ്ത് കൈ വേണം ചെയ്താൽ ഇന്ന നോക്കണ്ട. അങ്ങനെയാണ് നമ്മള് പിന്നെ അങ്ങനെ ഇങ്ങോട്ടാണ്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സപ്പോർട്ട് ചെയ്യാൻ വേണു സാറും വിനോദ് സാറും നാരായണനും എല്ലാവരും നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമുക്ക് തന്നിട്ടുണ്ട്. യൂട്യൂബ് ചാനലൊക്കെ ITയിൽ കുട്ടികൾ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തു. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെ പഠിപ്പിക്കുന്ന എന്റെ വൈഫാണ്. വീഡിയോ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. യൂട്യൂബ് ചാനൽ പിന്നെ ഞാൻ യൂട്യൂബ് കയറി എങ്ങനെ ചാനൽ ഉണ്ടാക്കാൻ എന്നുള്ളത് അതിൽ കയറിയിട്ടുള്ള പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടായില്ലേ. മലയാളം ഷിജോപ്പി നമ്മുടെ ഒരാളുണ്ട്, കുറെ ആൾക്കാരുണ്ട് യൂട്യൂബ് ചാനൽ എങ്ങനെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് നോക്കി നമ്മൾ പഠിക്കാൻ ചെയ്യും. പക്ഷെ ഇതിലൊക്കെ യൂട്യൂബ് ചാനലായിട്ട് ഉണ്ടാക്കിയത് എങ്ങനെ വീഡിയോ ഉണ്ടാക്കണോ, അത് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് എന്റെ വൈഫാണ്. അവളാണ് ആദ്യം അവളെ ട്യൂഷൻ സെന്ററിലേക്ക് വേണ്ടിയിട്ട് കുട്ടിക്ക് ക്ലാസ് എടുത്ത് വേണ്ടി വീഡിയോ ഉണ്ടാക്കി അത് അയച്ചു കൊടുക്കും. ഞാൻ ഫിസിക്സിന്റെ ഒരു വർഷത്തോളം ഫിസിക്സ് ക്ലാസ് ഞാൻ കംപ്ലീറ്റ് വീഡിയോ എടുത്തിട്ടാണ് ചെയ്ത് കുട്ടികളെ പഠിപ്പിച്ചത്. അതേപോലെ തന്നെ ഞാൻ യൂട്യൂബ് ചാനലിൽ എന്റെ ITയിലെ കുട്ടികൾക്ക് വേണ്ടി കംപ്ലീറ്റ് ഒരു സബ്ജക്ട്, അതായത് റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതില് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ഞാൻ വീഡിയോ ഞാൻ ഫുള്ള് ഞാൻ ലൈവായിട്ട് വീഡിയോ എടുത്ത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടു. പിന്നെയാണ് സൂം ഗൂഗിൾ മീറ്റ് കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ അതിനെ പറ്റി പഠിച്ചു. അത് പിന്നെ ITയിൽ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. കാരണം സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഞങ്ങൾ കൈകാര്യം ചെയ്യാന്നുള്ളത് ആളാണ് പഠിപ്പിച്ചത്. അത് വേറെ. അപ്പോ അതിന് ഫുൾ ക്രെഡിറ്റ് അവർക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല RCMലേക്ക് വരുന്നത് തന്നെയാണ്. RCM വരുന്ന മുന്നേ ചെയ്യുന്ന കാര്യങ്ങളാണ്. RCM വന്ന് RCM ചെയ്തല്ല. അവിടെ ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നാരായണ സാർ വേണു സാറൊക്കെ അവിടെ നമുക്ക് ക്ലാസ് ഉണ്ട്, കണ്ണൂർ ക്ലാസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നി ഇതിങ്ങനെ നമ്മള് ഇട്ടാവട്ടത്തിൽ കളിച്ചിട്ട് കാര്യങ്ങളെന്ന് തോന്നി. നെറ്റ്വർക്കാണ്. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ഏരിയ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു നമ്മൾ യൂട്യൂബിലൊക്കെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഇപ്പൊ ഞാൻ RCM ചെയ്യാൻ കാരണം മനസ്സിലാണ്. കാരണം ആ ഒരു ഇത് ചെയ്താൽ കാര്യമുണ്ട് എന്ന് പറഞ്ഞില്ല. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനോട് എനിക്ക് ഫുൾ നെഗറ്റീവ് അല്ല. ആ നെഗറ്റിവിറ്റി ഫുള്ള് മാറ്റുന്നത് വേണുസാർ ഒറ്റ പ്രോഗ്രാം. അന്ന് യൂട്യൂബിലല്ല സൂമിൽ വേണുസാർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതില് ഞങ്ങള് കുടുംബം എല്ലാവരും കൂടിയാണ് ഞങ്ങൾ എത്തിയത്. ചാടിയത് 10 ചാടിയത് സമയത്താണ് ഓണാക്കി വെച്ച് 11 മണിക്ക് ആ ചാടിയത് സമയത്ത് ഓണാക്കി വെച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ കേട്ടപ്പോ ഇതിലെന്തോ ഒരു കാര്യമായിട്ട് മനസ്സിലായി. കാരണം വേണുസാർ പോലുള്ള പ്രൊഫഷണലായിട്ടുള്ള ആളുകളൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നത് മനസ്സിലായപ്പോ പിന്നെ നോക്കിയില്ല. ഒരു പറ്റില്ല, പിന്നെ എന്താ പറ്റില്ല.
ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു വരുമാനം കിട്ടുമെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ? കാരണം കൊറോണ സമയമാണ്, വേറൊരു വാക്കുമില്ല, ഉള്ള കയ്യിലുള്ള പൈസ കൂടെ പോയി കഴിഞ്ഞു. അതിന്റെ ഇടയിൽ ആർസിയിൽ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേറെ ബിസിനസ് ഉണ്ട്, ഗപ്പ് ബിസിനസ്. ഞാനൊരു 50,000 അതിലും മുടക്കി 5-8 മറ്റേ പാത്രം വെച്ച് അതിൽ കുറെ ഗപ്പിയെ വളർത്തിണ്ട്. ഗപ്പിനെ മലയാളിയാണ് നമ്മള് പറയുന്ന ഗപ്പി മലയാളിയാണ്. അത് ആസിൽ വരുന്നതാണ്. ഈ ഗപ്പിയൊക്കെ ഇത് സുഖം ഫുള്ള് തീർന്നു, എല്ലാം തീർന്നു. അങ്ങനെ ആകാൻ നിൽക്കുന്ന സമയത്താണ് ഈ തരത്തിലാണ് ആസിഫ് അച്ഛനങ്ങനെ ആസിഫിന് ഐഡിയ അടിച്ച് അങ്ങനെ തുടങ്ങി ഡിസ്പ്ലേ സ്റ്റാർട്ട് ചെയ്ത് നെറ്റ്വർക്കിലേക്ക് ഇറങ്ങി. അങ്ങനെ സോഷ്യൽ മീഡിയ ഞാൻ പഠിച്ച കാര്യങ്ങളും വീഡിയോ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ആ സമയത്ത് നമ്മൾ തുളസി പെയിന്റ് വന്നു. തുളസി പെയിന്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു. തുളസി പെയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പർച്ചേസ് വോളിയം കിട്ടുന്ന പ്രൊഡക്റ്റ് ആണല്ലോ. അതിന്റെ ഇടയിൽ ഞാൻ സ്റ്റാർട്ടർ തുളസി പെയിന്റ് വരുന്ന പിന്നെ സ്റ്റാർട്ടർ ലെവൽ ആ ലെവൽ ഓപ്പൺ ആ ലെവലിലേക്ക് കയറി മോളെ കയറി കയറി ബിസിനസ് അങ്ങനെയാണല്ലോ, കയറ്റമുണ്ടോ ഇറക്കുന്നുണ്ടോ. അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ഇതാണ്. അത് നമ്മൾ പഠിച്ചു വരുന്ന സമയത്തുള്ള ആ ഒരു ഫ്ലക്ച്വേഷൻ മാത്രമേ ഉള്ളൂ. ഇത് പഠിച്ച് ഏറ്റവും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഗ്രാഫ് മോളേക്കാണ്. അത് ഈ ബിസിനസിന്റെ പ്രത്യേകതയാണ്. ഈ ബിസിനസ് എന്നല്ല, ഏത് ബിസിനസ് ആണെങ്കിലും അതാണ്, അങ്ങനെയാണ് അതിന്റെ രീതി. അപ്പോ പെയിന്റ് ഞാൻ 4 ലിറ്റർ പെയിന്റ് നമ്മുടെ സുജാ മാഡം പെരുമാട് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 4 ലിറ്റർ പെയിന്റ് ഞാൻ അവിടെ പോയി അന്ന് തന്നെ പോയി വാങ്ങി, ഉച്ചയ്ക്ക് പോയി വാങ്ങി. അന്ന് ഫോട്ടോ എടുത്തിട്ട് അന്ന് പോയി വാങ്ങി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള പേപ്പർ കൊണ്ടുവന്ന് വിളിച്ച് മൂപ്പർ ഒരു ഐഡി കൊടുത്ത് ആ 4 ലിറ്റർ പെയിന്റ് മൂപ്പർ പേരിലാണ് അടിച്ചു കൊടുത്തത്. മൂപ്പർ ഐഡി കൊടുത്തു. ഞാൻ ജോയിൻ ചെയ്തത് വിസൈറ്റിലാണ്, 7ാം ആളാണ്. മൂപ്പർ കാര്യം വലിയ ഒരു ടീം അവിടെ മൂപ്പർ അറിഞ്ഞില്ല. അപ്പോ പെയിന്റ് അടിച്ച നല്ല സാധനമാണ്. ഇത് അതിനായിട്ട് പ്രമോട്ട് ചെയ്തു നമ്മളെ കണ്ടില്ല. എല്ലാ അഭിപ്രായങ്ങളൊക്കെ നല്ല പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞപ്പോ സാധാരണ പിന്നീടല്ല പെരുമാണം മാത്രമേ ഉള്ളൂ. നമ്മളെ ഇറങ്ങിയ സമയത്ത് അവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോ പല സ്ഥലങ്ങളിലും പറവത്ത് അങ്ങനെ പല സ്ഥലങ്ങളിലും എൻക്വയറി വന്നപ്പോ ഇത് പെരുമണ്ണ എടുക്കാറോ നെഗറ്റീവായി. നമ്മൾ വേറെ അടി കിട്ടുന്നില്ല. കോഴിക്കോട് നമ്മളൊക്കെയാണ് വെച്ചാൽ പിന്നെയും എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് മാസങ്ങളോട് കാത്തുന്നത്. ആ സമയത്താണ് തുളസിക്ക് MD കേരളത്തിൽ വരുന്നത്. 8 ദിവസം പ്രോഗ്രാം വരും, എല്ലാ ജില്ലകളിലും പോയിട്ടുണ്ട്. ഞാനന്ന് തീരുമാനിച്ച ഐഡിയയിൽ ആ സമയത്ത് ഒരു MD വരുന്ന ആ സമയത്ത് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആ ദിവസം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. മൂപ്പര അറിയാതെ മൂപ്പര കൂടെ പോകാനാണ് വിചാരിച്ചു. കാരണം കാര്യങ്ങൾ പഠിക്കണമല്ലോ, ഓരോ സ്ഥലത്ത് പോകുന്നതിന് ഓരോരോ കാര്യങ്ങളാണ്. അപ്പൊ ആ സമയമാകുമ്പോഴേക്ക് ഇവർ MD വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ തുളസി പെയിന്റിനെ പറ്റി കുറെ ജില്ലകളിൽ അപ്പോഴേക്ക് ഔട്ട്ലെറ്റുകൾ വരുന്നുണ്ട്. ഇടുക്കി, അതുപോലെ തന്നെ എറണാകുളം, പിന്നെ കൊല്ലം, അവിടെയൊക്കെ ഓരോരോ ഔട്ട്ലെറ്റുകൾ, കുറച്ച് ഔട്ട്ലെറ്റാണ് നിലവിലൊക്കെ ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഔട്ട്ലെറ്റ് കേന്ദ്രീകരിച്ചിട്ടാണ് ചെയ്തത്. ആളുകൾ കുറെ എൻക്വയറി വരുന്നേരം എവിടേക്കാണ് ഔട്ട്ലെറ്റ് ആ ഏരിയയിലുള്ള ആളുകൾ എന്ത് ചെയ്യും, ജോയിനിങ്ങിലേ പോകും. അവർക്കാണ് ഐഡിയ കൊടുക്കുക. അല്ലാതെ അവിടെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഐഡിയ കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ കാര്യം പെയിന്റുകൾ പറഞ്ഞു പോകുന്നേരം ഇതിൽ മറ്റു ഉൽപ്പന്നങ്ങളുണ്ട്, അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ട്. അപ്പൊ പിന്നെ എന്ത് പെയിന്റ് ബിൽഡറാണോ ആരാണെന്ന് നോക്കൂല, അതുപോലെ ആ സാധനം ലഭിച്ച് എന്ത് ചെയ്യും, ഐഡിയ അവിടെ കൊടുക്കും. ആ രീതിയിലാണ് നെറ്റ്വർക്ക് ആ രീതിയിൽ പോയത്. അങ്ങനെ MD വന്ന സമയത്ത് പല ജില്ലകളിൽ എനിക്ക് ആളുകളുണ്ടായിരുന്നു. MDയുടെ പ്രോഗ്രാമിലേക്ക് ഇവരൊക്കെ ശിവാനന്ദ സാർ അടക്കമുള്ള ആളുകളെ എനിക്ക് അപ്പോഴേക്കും അവരൊക്കെ ജോയിനിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ എന്ത് ചെയ്തു, നിലവിലെ പ്രോഗ്രാമിൽ, അതുപോലെ തന്നെ നമ്മുടെ പത്തനംതിട്ട ഒരു പ്രോഗ്രാം തിരുവല്ല, അവിടെ 2 സ്ഥലത്ത് ശിവാനന്ദ സാർ എന്നോട് അത് പോകുന്നുണ്ട്. ഞാൻ അന്ന് ശിവാനന്ദ സാറിന്റെ വീട്ടിൽ പോയിട്ട് താമസിച്ചിട്ടാണ്. അതായത് ഒരു പരിചയമില്ലാതെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടുപിടിച്ചതാണ്. നമ്മൾ കോഴിക്കോട് കൊല്ലം ജില്ല വരെ പറഞ്ഞു. സത്യമാണ്, ഞാൻ കൊല്ലം ജില്ല പോലും കണ്ടില്ല. ആദ്യം ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് ഞാൻ PSC ഒരു 3 വർഷം ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. അതിന് മുന്നേ ITI 2 വർഷം പഠിച്ചു. ഓട്ടോമൊബൈലായിരുന്നു. കഴിഞ്ഞ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഈവനിങ് ആയിട്ടാണ്. അവന്റെ വർക്ക്ഷോപ്പിലേക്ക് രാവിലെ മുതൽ 3:30 വരെ വർക്ക് ചെയ്തിട്ടാണ് രാത്രി ഈവനിങ് വെച്ച് 5 മണി മുതൽ 9 മണി വരെ ക്ലാസ്സിലാണ് ഞാൻ പോയത്. അപ്പോ അത് കിട്ടിയത് അത് വേറെ ഒരു കാര്യമാണ്. അത് ലാസ്റ്റ് അത് 50 സീറ്റുള്ളൂ ഈവനിങ് വെച്ച്. ഫസ്റ്റത്തെ ഈവനിങ് വെച്ച് 2012 വെച്ച് അത് 50ാമത്തെ സീറ്റ് എനിക്ക്. അതും വേറൊരു കാസ്റ്റിന്റെ സീറ്റ് മാറി വന്ന് ജനറലിലേക്ക് കൺവേർട്ട് ആയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. എന്റെ സർട്ടിഫിക്കറ്റിൽ എന്താ തെറ്റുണ്ടോ എന്ന് വേണ്ടി ആൾക്കാർ
ഒരു വർഷമല്ല, നമ്മളൊക്കെ കറക്റ്റാണ്, മാർക്കുണ്ട്, എല്ലാം കറക്റ്റാണ്. അവന് ഇപ്പോൾ അഡ്മിഷൻ കിട്ടി, ആ ക്ലോസിംഗ് പോയി. ഡിപ്ലോമ മുതൽ കംപ്ലീറ്റ് ആക്കി ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആക്കി ഇറങ്ങിയ ഒരാഴ്ചക്കുള്ളിൽ തന്നെ VKC കൊടുത്തത് VKC സ്ലിപ്പേഴ്സ് വിജയവാഡയിലേക്ക് എനിക്ക് സെക്ഷൻ ഇൻചാർജായിട്ട് എനിക്ക് ജോലി കിട്ടി. ഞാൻ അവിടെ ഒരു വർഷം അവിടെ വന്നു. എല്ലാ സെക്ഷനും ഇത് പറഞ്ഞാൽ ചെരുപ്പിന്റെ എല്ലാ ഏറ്റവും കാര്യങ്ങളും അവിടെ കയറി കഴിയാൻ തന്നെ അവരൊരു ബോർഡ്, ആ ബോർഡ് നമ്മൾ ഓരോരോ 48 ചെരുപ്പ്, ഈ 48 ചെരുപ്പിന് ആദ്യം തന്നെ എന്നോട് പറഞ്ഞു 3 ദിവസം കൊണ്ട് ഈ ആ നമ്പർ മുഴുവൻ പഠിക്കണം, കംപ്ലീറ്റ് നമ്പർ 8048 അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ലേഡീസിന്റെ ജെന്റ്സിന്റെ അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഓരോ സെക്ഷനിലും മെറ്റീരിയൽ സെക്ഷൻ ഉണ്ടായിരുന്നു. ഔട്ട്സോഴ്സിംഗിൽ നിന്നായാലും ഒരു 3 മാസം ആണെന്നുണ്ടായിരുന്നു. ഒരു മൊബൈൽ ഫോൺ കൊണ്ട് തരും, രാവിലെ തന്നെ വിളി തുടങ്ങും. 8 മണിക്ക് കഴിഞ്ഞാൽ 10 മണിയാകുമ്പോഴത്തേക്ക് ഈ ചെരുപ്പിന്റെ മുകളിൽ അപ്പർ എന്ന് പറയും, സ്റ്റിച്ച് ചെയ്യാൻ ഡിസൈനിങ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് എന്ത് ചെയ്യും ഇവര്, അതിന്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ കോഴിക്കോട് നാളെ അയച്ചു തരാനില്ല. അവിടെ എത്തിയിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിന്റെ മുകളിൽ ഈ ഡിസൈൻ എന്ത് ചെയ്യും, നമ്മൾ അതിലേക്ക് ഇതൊരു ഒളിയും തരുവ് ചെറിയൊരു ഇത് അടിച്ചിട്ട് ലെവലാക്കുന്ന പണി ഇരിക്കുന്നേ. കാരണം ഓവർ ടൈം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഡ്യൂട്ടി ശരിക്കും പറഞ്ഞാൽ 8 മണിക്കൂറാണ്. 8 മണിക്കൂറിൽ 2 മണിക്കൂർ എക്സ്ട്രാ ഡ്യൂട്ടി 10 മണിക്കൂറാകും. പക്ഷെ ഈ ഒരു വർക്ക് ഞാൻ എടുക്കണമെന്ന് വെച്ചാൽ രാത്രി 10 മണി വരെ എന്ത് ചെയ്യും, എനിക്ക് ഓവർ ടൈം കിട്ടും. ഡബിൾ കിട്ടും. അപ്പൊ ഓഫീസിലുള്ള ഓഫീസ് സ്റ്റാഫിന് കിട്ടുന്ന സാധനം ഞാൻ വാങ്ങണ്ടേ. അപ്പൊ എന്തിങ്ങനെ വാങ്ങി കഴിഞ്ഞാൽ പോലും ഇത് അഖിലെ സമ്മതിച്ചില്ല, ഇത്ര സാധനങ്ങൾ കിട്ടുന്നത്. അങ്ങനെ ആ പണി എന്ത് ചെയ്ത് പോലെ ഓവർ ടൈം എടുക്കുന്ന പരിപാടി നിർത്തിച്ച് മാക്സിമം പോയ 8 മണി അതിലപ്പുറത്തേക്ക് അങ്ങനെ ഇരിക്കേണ്ട. ഇന്നാണ് ഓടി പോയി പറിച്ച് ചെയ്തിട്ട് ഇന്ന കൊണ്ടാണ് പറിച്ച് ചെയ്യിപ്പിക്കും, ഓടി പോയി അങ്ങനെയൊക്കെയായിരുന്നു. വേറെ അത് വർക്കൊന്നുമില്ല, വീട്ടിലെ ഇല്ല, ഒന്നുമില്ല. കാരണം വീട്ടിലെ എന്ന് പറഞ്ഞാൽ ഞാൻ പോയ സമയത്ത് ഒരാഴ്ച ഞാൻ നിന്ന് ഞാൻ വീട്ടിലെ അമ്മയെ വിളിച്ച അമ്മ പരിപാടി നടക്കില്ല, നിങ്ങൾ ഉണ്ടാക്കി തരുന്ന കളികൾ മതി, പരിപാടി നടക്കില്ല. വീട്ടിൽ കുതിരിക്കുന്ന അമ്മ ഉണ്ടാക്കി തരുന്ന തക്കാളികൾ എല്ലാത്തും കുറ്റേ ആളെ പോയപ്പോ ഒരു കുറ്റമില്ല. എനിക്ക് നിങ്ങൾ ഉണ്ടാക്കി തരുന്നത് വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാക്കി തരുന്നത് പറവുള്ള ഒരു കൈയാണ് കുക്ക് അങ്ങനെ അവരുടെ ടേസ്റ്റ് ഒന്നും ഇതില്ല, സെറ്റ് ആവില്ല. റൂം കടക്കാനുള്ള റൂമൊക്കെ AC ആണ്. ഞാനവിടെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെക്ഷൻ ഇൻചാർജ് പറഞ്ഞാൽ AC റൂമാണ്, ഒരു ചെയർ ഉണ്ടാവും, കമ്പ്യൂട്ടർ ഉണ്ടാവും. ഇതൊക്കെ ഡിപ്ലോമയാണ്, മെക്കാനിക്കൽ ഡിപ്ലോമ കഴിഞ്ഞ റൂമാണ്. അപ്പോ അതുവരെ ഞാൻ ആകണല്ലേ നമ്മുടെ വർക്ക്ഷോപ്പിലെ വർക്കാണ് എടുത്തത്. ഇതിന് കഴിഞ്ഞ് ഞാൻ സമാധാനത്തോടുകൂടി ഓഫീസിലൊക്കെ വർക്ക് ചെയ്യാറുള്ളതിലാണ് അങ്ങോട്ട് വണ്ടി എടുത്ത് കയറി പ്ലാന്റിലപ്പുറത്ത് വണ്ടി. ഈ എമ്മാരി ചൂടായി 40 ഡിഗ്രി ചൂടിലാണ് അടിപൊളി വർക്ക്. റൂം എന്താണ്, റൂമിൽ കുഴപ്പമില്ല, റൂമിൽ ഇതേപോലെ 24 ഡിഗ്രിയിൽ എന്ത് ചെയ്യാം, സുഖമായി കാണണം, ഒരു കുഴപ്പമില്ല. ആ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാലാവസ്ഥ ആളെ ഒരാഴ്ച അമ്മയോട് പറഞ്ഞു, ഞാൻ അവിടെ നിൽക്കില്ല, എന്നോട് പറഞ്ഞു തൽക്കാലം ഞാൻ പോയാൽ അങ്ങോട്ട് വരണ്ട, അച്ഛനെ വിളിച്ച് വരണ്ട, നടക്കുക എക്സ്പീരിയൻസ് ആയിട്ട് കാര്യം പോകാറുണ്ട്. കരഞ്ഞു വീട്ടിൽ പറഞ്ഞ വെച്ചാല് എന്താ പറയാ, ആ ഒരു പരിസ്ഥിതി എന്ന് പറയുന്നത് കാണാൻ പറ്റും. പിന്നെ വീട്ടിലെ കുറെ കാര്യം, പിന്നെ അങ്ങോട്ട് ഓരോരോ കാര്യങ്ങളോട് അച്ഛനോട് കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോ പിന്നെ അത് പിന്നെ അവിടെ നിൽക്കാൻ അതായി. അങ്ങനെ ആളങ്ങനെ ഹിന്ദിക്കാർ, ഒന്നാമത് ഹിന്ദിക്കാരോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മലയാളമല്ലേ സംഭവം, അവിടെ ഫുള്ള് ഹിന്ദിയാ. അതിന്റെ സെക്ഷനിൽ ഒരു മലയാളി പോലും കോഴിക്കോട് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെ സെക്ഷൻ ഉണ്ട്. ഞാൻ പറയുന്ന മലയാളം ഓർക്ക് മനസ്സിലാവും, പക്ഷെ ഓരോ ഒറീസക്കാരുണ്ട്, ബീഹാറുണ്ട്, പല സംസ്ഥാനത്തുള്ള ആളുകളുണ്ട്. ഒറീസക്കാരാണ് ഇവിടെ വർക്ക് ചെയ്തത്, കോഴിക്കോട് വർക്ക് ചെയ്തത്. അപ്പോ ഇവരോട് ഞാൻ മലയാളത്തിൽ ഞാൻ എന്ത് കയറി പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. ഞാനാണ് സെക്ഷൻ ഓരോ മോളുള്ള ആളാണ്, ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. അഖിലെ നീ പറഞ്ഞത് കുറച്ചൊക്കെ മലയാളം ഓർക്ക് പറയാം. പിന്നെ ഓല് എന്ത് പറയും, ഓല് ഓഡീസിൽ എന്ത് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവും. ഓല് എന്താ പറയുന്നത് ചിലപ്പോ നല്ല പച്ചക്കറിയൊക്കെ വിളിച്ചു പറയും, ഒന്നും അറിയില്ല എന്താ പറയുന്നത്. അങ്ങനെ ഒരു 2 മാസം അതിൽ ഒരുത്തന്നെ ഞാൻ എന്ത് ചെയ്തത്, സൂട്ടാക്കി ഓരോ ചക്കാക്കി എന്നിട്ട് ഓനെ കുറച്ച് ഇരിക്കുകയൊക്കെ ചെയ്തു. ഓനെ ഇങ്ങനെ പഠിച്ച് ഓലിങ്ങനെ ഓരോന്ന് കാര്യം പറയാൻ ചോദിച്ച് കുറെ ഒക്കെ എന്ത് ചെയ്ത് നമ്മൾ പഠിച്ചെടുത്ത് പിന്നെ ഓരൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ഓരോക്കുള്ള പണി ചെയ്യാൻ കൊടുത്തു. അങ്ങനെ ഒരു ചെരുപ്പ് എന്ത് ചെയ്തിട്ട് പേരറ്റ്
ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ ചെരുപ്പ് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ചെരുപ്പിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. അതിലെന്തൊക്കെ പാർട്സ് ഉണ്ടെന്ന കാര്യങ്ങൾ ചെയ്യണം, മനസ്സിലാക്കണം. അതിലെന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് അപ്പറുണ്ട്, അതുപോലെ തന്നെ ഇൻസോൾ ഉണ്ട്, അതുപോലെ തന്നെ സോൾ പറഞ്ഞിട്ട് അടിയുള്ള ഭാഗം സോളാണ്. അതിന്റെ മുകളിൽ ചെരുപ്പ് നമ്മൾ ചവിട്ടുന്ന ഭാഗം ഉണ്ടല്ലോ, അതിന് ഇൻസോൾ എന്ന് പറയും. ഫ്ലെക്സിൽ വരുന്ന ഭാഗം അതിന് ഇൻസോൾ എന്നാണ് പറയുന്നത്. മുകളിൽ വരുന്ന ഭാഗത്തിന് അപ്പറാണ്. അപ്പൊ ഈ ഇതിനൊക്കെ എന്ത് ഡാമേജ് വന്നു കഴിഞ്ഞാലും ഓരോ സെക്ഷനിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വരുന്നതാണ്. ഇതൊക്കെ പാടെ ഒരാളല്ല ഉണ്ടാക്കുക. ഇത് ഓരോ സെക്ഷനിലും ഓരോ ആളുകളുണ്ടാവും. ഓരോരോ ആളുകൾ ക്ലിക്കറിൽ ഒരു ഡൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡൈ മാറിപ്പോയി കഴിഞ്ഞാൽ വരെ കംപ്ലീറ്റ് എന്തായി സാധനം മാറി ചേഞ്ച് ആയി. അപ്പോ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഒരു അപ്പർ ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജ് അപ്പർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് കംപ്ലൈന്റ് പോകുന്നത് ക്യൂസിക്കാരുണ്ട്, ക്വാളിറ്റി കൺട്രോൾ. അതായത് ഒരു ചെരുപ്പ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അപ്പർ ചെക്ക് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ആടെ കുറച്ച് ഹിന്ദിക്കാരുണ്ടാവും. ഇവര് നാട്ടുവർത്താനോ ഇതൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, ഇത് ഞങ്ങൾ ചെക്ക് ചെയ്യുക. ഒരു ഹിന്ദിക്കാരാണല്ലോ, മുറുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അവർ ഉഷാറായിട്ട് നോക്കി നോക്കൂ, അവിടെ വിടും. അതിനിടയിൽ തത്താൻ പറഞ്ഞാൽ ഇപ്പുറത്തൂടെ കണ്ടേറാണ് ഇത് സാധനം ഇങ്ങനെ പോയിക്കൊടുക്കും. അപ്പൊ ആളെ എത്തുന്നത് നല്ലതാണെന്ന് വെച്ചാൽ അപ്പുറത്തോളം എന്താ ഏറ്റവും ലാസ്റ്റ് എത്തുന്ന ആൾ വരുന്ന സാധനം നോക്കുന്നല്ല, ഓരെടുത്ത് ചാക്കിലേക്ക് ഇടുന്ന പണിയുള്ളൂ. മുന്നിൽ വരുന്ന ആൾക്കാർ നിങ്ങളത് നോക്കണം. അപ്പൊ ആരെ നോക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ്. ഒരാളെ നിൽക്കുള്ളൂ, ഓനെ എടുത്തിട്ട് ഇടുന്ന പണി പറഞ്ഞാൽ അതിൻ്റെ ഉണ്ടാവുള്ളൂ. അല്ല ഓനെ എന്ത് ചെയ്യില്ല, ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പം നമ്മൾ ഇവിടുന്ന് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെക്ക് ചെയ്യുമ്പോൾ അന്ന് ഈ ഒരു ആർട്ടിക്കൽ നമ്പർ, ഈ ഒരു പ്രൊഡക്റ്റ് കോഡ് ഇന്ന സമയത്ത് ഏത് സമയത്താണ് ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നത്, ഏത് ദിവസമാണ്, എല്ലാ കാര്യങ്ങളും അവിടെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവും, ടൈം സെറ്റ് ആയി. അപ്പോ ആ സമയത്ത് ആരാണോ ആ സെക്ഷനിൽ വർക്ക് ചെയ്ത് ഓന്റെ സാധനം എന്ത് ചെയ്യും, കട്ടാക്കും. വേറെ ഒരു വിഷയം കമ്പനിക്കാണെങ്കിൽ നഷ്ടം, ഓന്റെ സാധനമാണ് കട്ടാക്കും. നമ്മളിത് നഷ്ടം നോക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളൊരു പ്രൊഡക്റ്റ്, നമ്മൾ കസ്റ്റമറാണ്, നമ്മൾ കസ്റ്റമറിന് സാധനം കിട്ടി കഴിഞ്ഞാൽ നമ്മള് കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ കമ്പനി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമ്പനിക്ക് റിട്ടേൺ ചെയ്യാം. കമ്പനിക്കാണ് നഷ്ടമില്ല, കമ്പനിക്ക് ഒരു കുഴപ്പമില്ല. അത് ആരാണോ ആ പണിയെടുത്ത് ഓനാണ് എന്ത് ചെയ്യുക, സാലറി കട്ടത്. അപ്പൊ നമ്മൾ ആ കാര്യം ചെയ്യണം, നമ്മൾ നോക്കണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണ്ട, അത് സ്വയം സഹിക്കേണ്ട ആവശ്യം ഇല്ല. ഇതൊക്കെ കമ്പനിക്ക് വേണമെങ്കിൽ സിസ്റ്റം ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നെറ്റ്വർക്ക് അല്ല, ഇതൊന്നും നടക്കൂലല്ലോ, കമ്പനി എങ്ങനെയാണ് എത്തിക്കുന്നതൊക്കെ ഇവിടെ സിസ്റ്റങ്ങളുണ്ട്. അതുകൊണ്ട് ആരെന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിനൊക്കെ പരിഹാരം എന്താണ് ഇവിടെ ഉണ്ട്. ഏത് കമ്പനിയാണ് ഇതിനൊക്കെ സിസ്റ്റം കമ്പനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ ഏത് ഉൽപ്പന്നം നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇസ്ലാം എടുക്കാൻ ആൾ പോകുന്നുണ്ട്, നല്ല ഇൻട്രസ്റ്റ് ആയി. സുയിസാർ ഡോക്ടർ ഇസ്ലാമൊക്കെ സ്റ്റാർട്ടാക്കി ആളുകൾ ട്രോഫി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാത്തിലും ഇട്ട് ഞങ്ങൾ പുതിയ ഷോപ്പ് ഇട്ട് എല്ലാവരും ഭയങ്കര വലിയ ഇത്, ഞാൻ നിങ്ങളുടെ ഷോപ്പാണോ എന്ന് ചോദിച്ചിട്ട് വലിയ കാര്യം ഷോപ്പൊക്കെ തുടങ്ങി. അങ്ങനെ നമ്മുടെ ആർസിനെ കുറിച്ച് എന്താ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. കൊറോണ കഴിഞ്ഞാൽ പിന്നെ കൊറോണ വരെ ഒരു സമയം നോക്കുക, എന്താ ചില്ലറ ഇട്ടാണ് പറയുന്നത്, അത്രയും നമ്മൾ നോക്കിയുള്ളൂ. അല്ലാതെ ഡിപ്പെൻഡ് നാരായണനോട് പറഞ്ഞ രണ്ട് സൈഡിൽ കുറച്ച് ഷോപ്പാലോ പിന്നെ കുറച്ച് ടീമൊക്കെ വന്നു കഴിഞ്ഞാൽ, രണ്ട് ടീം വന്നു കഴിഞ്ഞാൽ പൈസ അങ്ങനെ വന്നോണ്ട് അപ്പൊ ആ ഒരു മൈൻഡ് മാത്രമേ. രണ്ട് സൈഡില് രണ്ട് ടീം വരിക, വലിയ ടീം വന്നു കഴിഞ്ഞാൽ പൈസ വന്നോണ്ട് അത്രേ ഉള്ളൂ. നെറ്റ്വർക്കിനെ കുറിച്ച് ഒന്നും അറിയാൻ എനിക്ക് പറഞ്ഞത്. ഇവിടെ നമ്മുടെ ആസിഫിന്റെ ക്ലാസ്സിൽ വരെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണല്ലോ, ഫസ്റ്റ് കൊറോണ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ക്ലാസ് ആ സമയത്താണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോ അപ്പോഴേക്ക് ഓള് എന്തായിട്ട് ഓള് നെഗറ്റീവ് ഫേസിലേക്ക് പോയി. നീ ആദ്യം ചെയ്യണം, ഞങ്ങളത് ചെയ്യാൻ നിൽക്കണ്ട, കൊറോണ കഴിഞ്ഞ് ഇനി പരിപാടി ഒഴിവാക്കി കളികളൊക്കെ അപ്പോഴേക്ക് നമുക്ക് ഇതിന്റെ നെറ്റ്വർക്ക് കൂടെ അതിന്റെ കാര്യങ്ങളോ അപ്പോഴേ പറഞ്ഞ സൂം മീറ്റിങ്ങില് ചില നമ്മള് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാർത്തകളൊന്നും ആൾക്ക് അലർജിയാണ്. അതൊന്നും നമുക്ക് പറ്റൂല, ഭയങ്കര അലർജി കേസാണ്. കുറച്ച് ആൾക്കാരുള്ളൂ, എല്ലാ ആളുകളും അറിയാം. അപ്പൊ അത് അലർജി ഉള്ള കേസാണ്, അന്ന് പറയാൻ പാടില്ല. അന്ന് ഇവിടെ പറഞ്ഞില്ലല്ലോ, പറയല. അപ്പോ അതുകൊണ്ട് തന്നെ
ഫുള്ള് നെഗറ്റീവ് നെഗറ്റീവ് പറഞ്ഞാൽ അപ്പുറത്തേക്കില്ല. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ ശിവാനന്ദ സാറൊക്കെ പരിചയപ്പെടുന്ന പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ എന്ത് ചെയ്തിട്ട് ഞാൻ സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്ത് ഞാൻ പറഞ്ഞു. ഞാൻ ആദ്യം ചെയ്ത് ഫേസ്ബുക്കിൽ ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ട്, ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിലൊക്കെ പോയിട്ട് ആദ്യം ഞാൻ കണ്ടു ആരാധന ജോയിൻ ചെയ്തു, റിക്വസ്റ്റ് ഇട്ടു. ഞാനുണ്ട് കൂടെ വളരെ ലക്ഷങ്ങളോ 50 ലക്ഷവും 1 ലക്ഷവും ഒക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പോ ഈ ഗ്രൂപ്പുകളൊക്കെ നമ്മൾ പോയി ജോയിൻ ചെയ്തു. പിന്നെ RCMന്റെ സൈറ്റ് നോക്കി ഡെലിവറി സെന്റർ, നമ്മളെ ആ ആപ്പ് നോക്കി കഴിഞ്ഞാൽ വലതുതായിട്ട് ഒരു 3 ലൈൻ ആണ്. ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഡെലിവറി സെന്റർ എന്ന ഓപ്ഷൻ ആണ്. ഓരോ ജില്ലയിലുള്ള ഷോപ്പിന്റെയും ഫുള്ള് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ നാരായണന്റെ പരിപാടി വീട്ടിലെ വൈഫ് അഞ്ജനോട് പറഞ്ഞ എനിക്ക് ആദ്യം ആ ലിസ്റ്റ് ഉണ്ട്, എനിക്കിത് നോക്കാനുള്ള സമയമില്ല, ഞാൻ വേറെ കുറെ വർക്കിലാണ്. ആദ്യം ആ ലിസ്റ്റ് PDF ആക്കിയിട്ട് കംപ്ലീറ്റ് ഓരോരോ ജില്ല തിരിച്ചിട്ട് എനിക്ക് ആ ലിസ്റ്റ് കൊടുക്കണം. അങ്ങനെ അത് മൊത്തം നോക്കി അതിൽ ഞാനൊരു 100-150 ഷോപ്പുകാരെ ഞാൻ ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. 100-150. അതെങ്ങനെ വിളിച്ചാൽ വെറുതെ പോയി വിളിക്കുന്നതല്ല, നമ്മള് ഇത്രയും ഷോപ്പുകളുണ്ട്, ഓരോ ഏരിയയിൽ തന്നെ ഷോപ്പുകളുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ എവിടേക്ക് ഷോപ്പുണ്ടെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാലും ഇത് നെറ്റ്വർക്ക് ആളുകളെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. ഷോപ്പില്ലാത്തവർക്ക് പോയിട്ട് അവരോട് ഞാൻ സംസാരിക്കുന്നതിനോ ആദ്യം പണ്ടൊക്കെ ചെയ്ത ആൾക്കാരായിരുന്നു. ഇവരോട് 1 മണിക്കൂർ 1.5 മണിക്കൂർ നിന്ന നിപ്പില് നിന്ന നിപ്പില് വർത്താനം പറഞ്ഞിട്ടുണ്ട്. ആ കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം കുടിക്കും. അപ്പൊ ആ രീതിയിലൊക്കെയാണ് നമ്മൾ ഫോണിൽ കൂടിയാണ് വർത്താനം. അപ്പോ ഇത് കേൾക്കുന്ന വ്യക്തി എന്താണ് വെച്ചാല് രാവിലെ തുടങ്ങല്ലേ ഇത് വീഡിയോ പിടി. എനിക്ക് പറഞ്ഞാല് ക്ഷമാതാണ് സംഭവം ഉണ്ടല്ലോ, ഇതുവരെ അത്രേ ഉള്ളൂ. ഞാൻ 1 പ്രാവശ്യം പറഞ്ഞു കൂടെ കൂടെ വന്നാല് രക്ഷപ്പെടാന്നാ പറഞ്ഞത്, അതൊന്നും പറഞ്ഞില്ല. അപ്പോ അങ്ങനെ എന്താ പറയാ, ഈ ആളുകളെ നമ്മൾ ക്യാൻവാസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ ഷോപ്പ് ആദ്യം വാട്സപ്പിലാണ് അവർ എന്ത് ചെയ്യുക, നമ്മള് കോണ്ടാക്ട് ചെയ്യും. വാട്സപ്പ് വഴിയാണ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു മാറ്റർ ടൈപ്പ് ചെയ്തിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ എന്ത് ചെയ്യും, വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ്, ആദ്യം വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ്, അതിന്റെ ലിങ്ക് എന്ത് ചെയ്യും ഈ മാറ്ററിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് ഇടും. ചില ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇങ്ങനെ ലിങ്ക് പറയാൻ വിടുന്ന സമയത്ത് അവർ ഡിക്ലൈൻ ചെയ്യും, ആ ലിങ്ക് ഒന്നും ചില ഗ്രൂപ്പിൽ ഇടാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് വെച്ചാല് ഇതിൽ വേറെ ആളുകൾ എന്ത് ചെയ്ത് കമന്റ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും പോസ്റ്റ് ഇട്ടുണ്ടോ, അപ്പൊ ആ പോസ്റ്റിനിടയിൽ ചിലപ്പോ 1000 ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിൽ കമന്റ് ചെയ്തിട്ടുണ്ടാവും. അതിനടിയിൽ എന്ത് ചെയ്യും, ഞാൻ കൊണ്ടുപോകും. അപ്പോൾ എന്തില്ല ഉള്ളാക്കും അറിയില്ല, നമ്മൾ അങ്ങനെ ഇട്ടില്ല. പക്ഷെ ആ കമന്റ് വന്ന് ആ കമന്റിന്റെ ചോട്ടിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മുകളിലുള്ള 1000 ആൾക്കാർ എന്ത് ചെയ്യും, ഞാൻ ഇട്ട പോസ്റ്റ് കാണും. അങ്ങനെ സംഭവിക്കും. എനിക്കിങ്ങനെ മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ഞാനൊരു സ്ഥലത്ത് മെസ്സേജ് വിട്ടിട്ടുണ്ട് വെച്ചാൽ അതിന്റെ താഴെ വേറെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിലിങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നത് കാണാം. അപ്പൊ ഞാൻ ചിന്തിച്ച് എന്നാ പിന്നെ അതിന്റെ അടിയിൽ കൊണ്ടിട്ടാ പോരെ, ഡിക്ലൈൻ കാണാനുള്ള സങ്കടമാണ്. ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയത് ഡിക്ലൈൻ ഇട്ട ലിങ്ക് പോലെ എന്ത് ചെയ്യില്ല, അതിൽ ആക്സെപ്റ്റ് ചെയ്യാൻ വരുമ്പോൾ സങ്കടം. പിന്നെയാണ് എനിക്ക് ഇതിങ്ങനെ ഓരോ മെസ്സേജ് വന്നപ്പോഴാണ് അവിടെ കത്തി, അന്നാ പിന്നെ അവിടെ കൊടുക്കാറ്. അപ്പൊ അവിടെ ആ ഇട്ട കമന്റ് ഉണ്ട്, അതിന്റെ അടിയിൽ എന്ത് ചെയ്യുന്നു, ഇത് കൊണ്ട് വെച്ച്. അപ്പം കുറെ ആളുകൾ എന്ത് ചെയ്തു, അങ്ങനെ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഇടുന്ന മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെ. ഇപ്പൊ മുതൽ 50% വരെ വിലക്കുറവുള്ള നിത്യോപയോഗ സാധനങ്ങൾ വിൽപ്പന നടത്താൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്യും. ഇന്ത്യൻ വിൽപ്പനകൾ നമ്മളെ ഐഡിയ പോലെ നമുക്ക് ചെയ്യാം. അത് ആ ഓരോ ഐഡിയ തുളസി പെയിന്റിന്റെ ആധാരം അത് ഞാൻ തുളസി പെയിന്റിന്റെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ഞാനല്ല ആദ്യം സ്റ്റാർട്ട് ചെയ്തു. ആറ്റിങ്ങിലുള്ള ഷിബു അങ്ങനെ ഒരു സാധനം ആളാണ് സ്റ്റാർട്ട് ചെയ്തത്. പെയിന്റിംഗ് കോൺട്രാക്ടേഴ്സിനും പെയിന്റേഴ്സിനും ബിൽഡേഴ്സിനും എല്ലാവർക്കും അവസരം എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഒരു പോസ്റ്റർ ഉണ്ടാക്കി മൂപ്പര് സോഷ്യൽ മീഡിയ ഉണ്ട്. ഞാൻ അപ്പോഴത്തേക്ക് അതിന് ഇടയ്ക്ക് തന്നെ ഞാൻ ഫേസ്ബുക്കിൽ സജീവമാണ്. കാരണം വെച്ചാൽ ഈ നിത്യോപയോഗ സാധനങ്ങളുടെ കേസിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് നല്ല പെയിന്റ് വരുന്നതല്ല. അതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് കളി തുടങ്ങി. അപ്പൊ പെയിന്റ് വന്നപ്പോ ഇയാള് പോസ്റ്റ് എന്ത് ചെയ്തു, ഞാൻ നേരെ നമ്പർ മാറ്റി, ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ മാറ്റി, ഞാൻ എൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കി. ഒരു 5 ഗ്രൂപ്പ് എന്ത് ചെയ്ത് എല്ലാ പെയിന്റേഴ്സിന്റെ ഗ്രൂപ്പിലും എന്ത് ചെയ്തു, കളിക്കുന്നത് കംപ്ലീറ്റ് പെയിന്റേഴ്സിന്റെ ഗ്രൂപ്പിൽ കയറി. എല്ലാ ഓരോ ജില്ലയിലുള്ള പെയിന്റേഴ്സിന്റെ ഗ്രൂപ്പിൽ ഓരോ
ഓരോ ജില്ലാതലത്തിൽ പേജസിന് കിട്ടും. അങ്ങനെ സോഷ്യൽ മീഡിയ നമ്മൾ കൈകാര്യം ചെയ്ത പല ആളുകളും ഈ വിളി വരുന്നതാണ്. ഇവരെ എങ്ങനെ ജോയിൻ ചെയ്യിച്ചു എന്നുള്ള കാര്യം എഴുതാൻ നേരത്തെ പറഞ്ഞു. ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്റെ ടീമിലേക്ക് വന്നു. ഞാൻ പരിചയപ്പെട്ട ആളുകൾ, എന്നെ അറിയുന്ന ആളുകൾ ആരും എന്റെ കൂടെ ആർസ്യം ചെയ്യുന്നില്ല. എനിക്ക് നേരിട്ട് കണക്ഷൻ ഒരാളും എന്റെ കൂടെ ആർസ്യം ചെയ്യുന്നില്ല. ഞാൻ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ തന്നെയാണ് ഞാൻ ഇതിൽ കൊണ്ടുവന്നത്. അപ്പോൾ അവരെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഷോപ്പുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. ആ സമയത്താണ് വേറെ ചോദിക്കുക. അപ്പോ ഷോപ്പിന്റെ കാര്യം പറഞ്ഞു. ആ ഷോപ്പ് എവിടെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വിളിച്ചു ചോദിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഓരോ ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ഓരോ ആളുകൾക്കും വാട്സപ്പിലാണ് മെസ്സേജ് വിടുക. ഡയറക്റ്റ് എന്ത് ചെയ്യൂല, വിളിക്കുക. ഡയറക്റ്റ് വിളിക്കാതെ നേരെ വാട്സപ്പിൽ പേര്, സ്ഥലം എവിടെയാണ്, എവിടെയാണ് ഈ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ പ്രോപ്പർ സ്ഥലം എവിടെയാണെന്നുള്ളത് ചോദിക്കും. അപ്പൊ നമ്മളെ ഷോപ്പ് എവിടെയാണെന്ന് അറിയണം. ഷോപ്പാണ് ആരും വേറെ ജോലി എന്താ, പെയിന്റർ ആണെന്ന് വെച്ചാൽ പെയിന്റർ ആണോ എന്താണെന്നുള്ളത് ചോദിക്കും. പെയിന്റർ ആണെങ്കിൽ ആ സ്ഥലം ഓരോ ജോലി കാര്യങ്ങളോ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഓരോ ആളുകളും ഇപ്പം ശിവാൻ സാറ് ജോയിൻ ചെയ്യിപ്പിച്ച സമയത്ത് അവിടെ പെയിന്റ് ഷോപ്പില്ല, അന്ന് പെയിന്റ് വന്നില്ല. അന്ന് നിത്യോപയോഗ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് മുപ്പത്തി നിന്റെ കൂടെ ജോയിൻ ചെയ്തത്. അവരുടെ ഒരു എക്സാമ്പിളേ പറഞ്ഞത്, ശിവാൻ സാറ് ജോയിൻ ചെയ്യാൻ റെഡി ആക്കി 19 ഏപ്രിലിന് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ ഒക്കെ റെഡിയാക്കി എന്നെ വിളിച്ചു. അതില് ഞാനൊന്ന് ഷോപ്പിൽ പോകുന്നുണ്ട്, അവിടെ എത്തിയിട്ട് വിളിക്കാൻ പ്രൂഫൊക്കെ അയച്ചത്. അവിടെ എത്തിയിട്ട് ഐഡിയ അടിക്കുള്ളൂ. അവിടെ എത്തിയതിനു ശേഷം ഞാൻ ഐഡിയ അടിക്കാൻ ഞാൻ പോയി നോക്കണം. അങ്ങനെ അവർ പോയതാണ്. അതിന്റെ ഓൺലൈൻ പോയി മീറ്റിംഗ് പോയപ്പോൾ 4 പരിപാടി പോയപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്റെ ഷോപ്പ് നന്നാക്കിയതാണ്. ആ ഷോപ്പ് പോയി ഒരു ഫുള്ളിനെ കയറ്റിയത് എന്താ പറയാ, ഒന്നാമത് സാധനം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അത് മതി. പക്ഷെ ഷോപ്പിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ചിരിച്ച മുഖത്തോട് കൂടി നിൽക്കാനുള്ള ഒരു കസ്റ്റമറിനെ ഒന്ന് ഡീൽ ചെയ്യുന്ന ഒരു പരിപാടിയില്ല. കസ്റ്റമറിനോട് ആരാണ് ടീമൊന്നും നോക്കാൻ പാടില്ല. അത് ഷോപ്പിൽ കഴിഞ്ഞാൽ ഒരു ടീം നോക്കരുത്. അവരെ ഷോപ്പിലേക്ക് കടന്നു വരുന്ന ഒരാൾ അവരെ കസ്റ്റമറാണ്. ഒരാരും സാധനം വാങ്ങാൻ വന്ന ആളാണെന്ന് വെച്ചാൽ അവരോട് 16 പേര് സാധനം എടുപ്പിക്കുക എന്നുള്ളതായിരിക്കും ഷോപ്പുകാരുടെ പണി. അതാണ് എനിക്ക് വേണ്ടത്. അപ്പോ അവര് അവിടെ രാജപാലന്റെ കൂടുതലുണ്ടാവുക ഞാനിങ്ങനെ ചില്ലുകൂടലാണ് എടുത്തത്. മൂപ്പര് വന്ന് ഇതാണ് നമ്മുടെ ആദ്യം, എന്നെ നമ്മൾ കുറെ ചിട്ടാണ്, എന്നെ വിളിച്ചിട്ട് കിട്ടില്ല, എടുക്കില്ല, ഫോൺ എടുക്കില്ല. ഞാൻ വിചാരിച്ച് പോയോ മുപ്പത്തേഴ് നോക്കിയില്ല, അടുത്താൾ നോക്കി, കൊടുത്തു. അങ്ങനെ മൂപ്പരെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നവാസ്കനെ ഞാൻ പരിചയപ്പെടുന്നത്. നവാസ്ക പല അസുഖങ്ങളുള്ള ആളാണ്, പല അസുഖങ്ങളുള്ള പാവപ്പെട്ട മനുഷ്യനാണ്. മൂപ്പര് ഗൾഫിലൊക്കെ ജോലി കാര്യങ്ങളൊക്കെ പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്തിട്ട് പാർട്ണർ എന്ത് ചെയ്ത് മൂപ്പരെ മുക്കി കോടി ലക്ഷക്കണക്കിന് പൈസ മൂപ്പരെ മുക്കിയിട്ടാണ് ഒരു പാവം. എന്നിട്ടും മൂപ്പര് എന്തെങ്കില്ല അതൊന്ന് ഗവൺമെന്റ് ആയിട്ട് മൂപ്പര് നടക്കാൻ. അങ്ങനെ ഞാൻ പറഞ്ഞ നിങ്ങൾ ആർസിയിൽ നിൽക്കും, നിങ്ങൾ വേണം ലക്ഷങ്ങളൊന്നും നടക്കണ്ട, നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കണ്ട. എന്റെ കൂടെ വന്ന് നിങ്ങൾ ലക്ഷങ്ങളൊന്നും ഞാൻ മുടക്കില്ല. നിങ്ങൾ ആദ്യം പ്രൊഡക്റ്റ് ഉപയോഗിക്കും, നിങ്ങളെ പ്രശ്നങ്ങളൊന്നും മാറ്റി ഒന്ന് ഉപയോഗിച്ചു നോക്കി, പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കി. നല്ല സാധനങ്ങളാണ്, വില കുറവുണ്ട്, അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് ഒരു മാർക്കറ്റിലെ ഒരു 5-8 പ്രൊഡക്റ്റിന്റെ വില വ്യത്യാസം അത് കിട്ടിയത് നാരായണനാണ് നിങ്ങൾ കണ്ടത്. അത് ദിവസം നാരായണൻ വിളിക്കും. വെറുതെ വിളിക്കുന്ന പ്രൊഡക്റ്റിന്റെ കാര്യം നാരായണൻ വിളിച്ചതെന്ന് പറയാം. പ്രൊഡക്റ്റിന്റെ കാര്യമാണ് നാരായണൻ വിളിച്ചത്. ബാക്കി ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ വളരെ ദിവസമൊക്കെ ഉണ്ട്. പ്രൊഡക്റ്റിന്റെ വലിയ നാരായണ വന്നാൽ നാരായണന്റെ അത്ര ആൾക്കാരൊന്നും ഇന്ന് വേണമല്ല. ഞാൻ നാരായണ ആര് വിളിച്ചു കഴിഞ്ഞാൽ നാരായണൻ ചെയ്യും കാര്യങ്ങൾ പറഞ്ഞു. മൂപ്പര് അങ്ങനെ ടീം കാര്യങ്ങളൊന്നും നോക്കുന്ന ഇതല്ല. അപ്പം നാരായണനെ വിളിച്ചു, നാരായണ ദിവസം വിളിക്കുന്നതോ ഞാനിതൊന്നും എഴുതിച്ച് പഠിച്ചല്ല, ഡെയിലിയുള്ള നാരായണനെ വിളിയുണ്ടല്ലോ, ഇതിങ്ങനെ വിളിച്ച് വിളിയോട് വിളിക്കുന്നത് തല കയറുകയാണ്. അങ്ങനെ അത് വിളിക്കുന്നതോ ആൾക്കാർ ഓരോ ആളെ വിളിക്കുന്നതോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇത് ഒരേ കാര്യങ്ങളാണ് പറഞ്ഞത്. അങ്ങനെ വന്നാണ്. അങ്ങനെ നവാസ്ക ഡിസ്പ്ലേ വാളാണ് എന്ത് ചെയ്തത്, കണ്ണൂര് ചാലയുള്ള ഷോപ്പിൽ പോയി ഡിസ്പ്ലേ വാൾ 900 രൂപ സാധനം വാങ്ങി. മൂപ്പര് വാങ്ങി ഉപയോഗിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും വീട്ടിലൊക്കെ എല്ലാവർക്കും സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. എന്നാൽ ഇവിടെ ഐഡിയ അടിച്ചാണ് ഐഡിയ അടിച്ച് അങ്ങനെയാണ് നവാസ്ക അവിടെ എന്ത് ചെയ്യുന്നത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ റോയൽറ്റി ഗോൾഡ് ആവുന്നതിന് മുമ്പേ എന്റെ ടീമിൽ റോയൽറ്റി ഗോൾഡ് ആയാണ് നവാസ്ക. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, ആ സമയത്ത് ഞാൻ സ്റ്റാറായി. ശിവാനന്ദ സാറും എന്ത് ചെയ്തു, പിറ്റേന്ന് മാസം സ്റ്റാറായി. അവര് എല്ലാവരും ഒരേ ടൈമിൽ തന്നെയാണ് എന്ത് ചെയ്ത് വന്നത്. അപ്പോ നവാസ്ക വന്നതിന് ശേഷം ശിവാനന്ദ സാർ നവാസ്കന്റെ ഇടയിൽ മുമ്പ്
ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചില സമയത്ത് വിളിച്ചാൽ പിന്നെ ഫോൺ എടുക്കൂല. അങ്ങനത്തെ ഒരു നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരല്ലേ, ആളുകൾ എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ പോകുന്ന സമയത്ത് നമ്മൾ ഒരാളെ നോക്കി ബിസിനസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായി അത് വിഷമായിരിക്കും. അപ്പൊ ഞാൻ ഒരാളല്ല, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകളെ ലീഡേഴ്സ് ആക്കി കൊണ്ടുവരാമെന്നാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ അവിടെ പ്രയോഗിച്ച ഒരു ചെറിയ ടെക്നിക്കുന്നുണ്ട്. ഒരാൾ വന്നാൽ ലീഡറാക്കാം, അതായത് ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ സൂം മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്തു, യൂട്ടിലൈസ് ചെയ്തു. ഒരാളുടെ ടീമിൽ വന്നാൽ അവരെ എങ്ങനെ അവർ ലീഡറാക്കാൻ പറ്റും, അവരെങ്ങനെ വിജയിപ്പിക്കാൻ പറ്റും, ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കി. അതിനുവേണ്ടി ഞാൻ സ്വന്തമായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ടാക്കി, സൂം മീറ്റിംഗ് സ്വന്തമായിട്ട് എന്ത് ചെയ്തു, പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെന്നെ കാര്യങ്ങൾ പഠിച്ചു. സംശയമുള്ള വിനോദ് ചോദിച്ചു, വിനോദ് സാറിനോട് ചോദിക്കും, നാരായണനോട് ചോദിക്കും. പിന്നെ അവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് കയറി പഠിക്കും. അതിനൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് എന്ത് ചെയ്യും, എന്നെ എന്ത് ചെയ്യും, ഈ നമ്മുടെ പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സ്വയമായിട്ട് കുറച്ച് ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം ആളുകൾ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ തന്നെ എന്ത് ചെയ്ത് കൊടുത്തോളൂ. അങ്ങനെ അതിനിടയിൽ വേണു സാറും അതുപോലെ തന്നെ വിനോദ് സാറ്, സുജിത് സാറ്, രാമൻ സാറ്, ഇവരെല്ലാവരും എന്ത് ചെയ്യും, ഒരു 10 ആളോ ഉള്ളെങ്കിലും ഇവരെല്ലാവരും വന്നിട്ട് നമ്മുടെ ടീമിന്റെ ക്ലാസ് എടുക്കാൻ പറ്റുന്നതാണ് നമ്മളെ ലീഡേഴ്സിനെ പറ്റുക. വേറെ ആളെണ്ണമെന്നാണ് ഞാൻ എന്നോട് ചോദിക്കുമല്ല, എത്ര ആളാണ് തോന്നാണ്ടല്ലോ എന്തായാലും നിങ്ങൾ ഒരാളാണെങ്കിൽ പറഞ്ഞെടുക്കുക, ഇതൊന്നും പറയരുത്, ഒരാളാണെങ്കിൽ നിങ്ങൾ പറഞ്ഞെടുക്കുക. ഒരു വിഷയമില്ല, നമ്മളെ ലീഡേഴ്സ് എത്ര ആളാണെന്നൊരു ഒരു വിഷയമല്ല. അവർക്കറിയാം നമ്മളെ ആളുകൾ വളരെ മീറ്റിങ്ങിലൊക്കെ വളരെ കുറഞ്ഞ ആൾക്കാരുണ്ടാവും. കയറി പോയാൽ ഒരു 10, 15, 20, 25, 30, 50 മോളേക്ക് എന്ത് ചെയ്യുക, ആളുകൾ പോവുക. പക്ഷേ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഇവര് എക്സ്പീരിയൻസും കാര്യങ്ങളും ആ ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവര് പറഞ്ഞു. അങ്ങനത്തെ ക്ലാസ്സാണ് നമ്മളവിടെ പോകുന്നത്. കുറച്ച് നല്ലത് എന്താണ്, കുറച്ച് മതിയല്ലോ, കുറെ ഒന്നും വേണ്ടല്ലോ, അതാണ് അതിന്റെ ഒരു ഇത്. അപ്പോ അങ്ങനെ വന്നിട്ടുള്ള ഒട്ടേറെ ലീഡേഴ്സ്, ഇപ്പൊ കോഴിക്കോടാണെങ്കിലും രഞ്ജിത് സാറ് അതുപോലെ തന്നെ സുരേഷ് സാറ്, രഞ്ജിത് സാറ് എനിക്ക് ഒരു പരിചയമില്ലെന്നുള്ളതാണ്. രഞ്ജിത് സാറ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു വലിയ കഥയാണ്. അത് ഞാൻ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പാലക്കാടുള്ള ഒരു വലിയ നെറ്റ്വർക്കറുണ്ട്. ആളെ RP ഓടികൾ ഉണ്ടാക്കിയ ആളെന്ന് പറഞ്ഞ് ആളെ ജോയിനിങ് ഒക്കെ ചെയ്ത് ആളെ കാണാൻ കോഴിക്കോടുള്ള സുരേഷ് സാർ വന്ന് സുരേഷ് സാർ പറയാൻ ചെയ്താണ് ഭയങ്കരമാണ്. ഓരോ നമ്മളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, അങ്ങനത്തെ ഡയലോഗാണ്. അപ്പോ അവരെ ഇറങ്ങാണ് രഞ്ജിത് സാർ വിളിക്കുക. അതായത് വന്ന ആളുകൾ ആരാണോ വന്നത് അവരെ കേരളത്തിലുള്ള ആളുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ബിസിനസ് ഡെവലപ്പ് ആക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അത് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കും. എവിടെയാണോ ആരാണോ ആവശ്യക്കാര് അവരിലേക്ക് ഇറങ്ങി എന്ത് ചെയ്യും, വാക്ക് കൊടുക്കും. ഞാൻ കൊല്ലം ജില്ലയിൽ പോയ സമയത്ത് ശിവാനന്ദ സാറ് വേറെ നെറ്റ്വർക്ക് ചെയ്ത ആളാണ്. ഓൾറെഡി ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു, അവര് ചെയ്യുന്ന ആൾക്കാരെയാണ് ഇപ്പൊ സ്റ്റാഫ് ബീച്ച് വരും. അപ്പോ വയലേജ് ആയിട്ട് വർക്ക് ചെയ്ത് ഒരു നല്ല രീതിയിലൊക്കെ, നല്ല രീതിയിലൊന്നുമില്ല, അവർക്ക് വലിയ തൃപ്തി പോലെ. കാരണം അവരെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആ പ്രോഡക്റ്റിന്റെ വില എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ റേറ്റ് അല്ല, മരുന്നാണ് കൊടുക്കുന്നത്. കുറെ സാധനങ്ങളുണ്ട്, ഈ വാഷിംഗ് എന്താണ് ലിക്വിഡ് കാര്യങ്ങളൊക്കെ, ക്ലീനിങ് ലിക്വിഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ വീട്ടിൽ അന്ന് ആ തുളസി പീറ്റിന്റെ MD പ്രോഗ്രാം നിലവിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ശിവാനന്ദ സാറോട് പറഞ്ഞു, ശിവാനന്ദ സാറെ MD വരുന്നുണ്ട്, നമുക്ക് എന്തായാലും പോയി കാണാം. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോ ഒരു കുഴപ്പമില്ല. അങ്ങനെ മൂപ്പര് എന്ത് ചെയ്തു, മൂപ്പര് ജോയിൻ ചെയ്ത് വേറെ വീട്ടാണ് പെയിന്റ് വന്ന് നടന്നാണ് ജോയിൻ ചെയ്തത്. അന്നേരം സാറ് പറഞ്ഞു ജോയിൻ ചെയ്ത് പിറ്റേന്ന് ഐഡിയ അടിച്ച് പിറ്റേന്ന് രാവിലെ 10 മണിയാവുമ്പോൾ മുമ്പ് എന്ത് ചെയ്തിട്ട് കോഴിക്കോട് കണ്ടു. ഇതൊക്കെ കാണണം, എനിക്ക് പെയിന്റ് കാണണം, എവിടെ ഷോപ്പ് പറഞ്ഞത് ശരിയാണെന്ന് ആരും നോക്കുന്നത്. അങ്ങനെ ഞാൻ നാരായണോട് പോയി മൂപ്പരെ എല്ലാ ഷോപ്പിലും, സുൽത്താൻ ഷോപ്പിലും, സുജാമാഡത്തിന്റെ പുതിയപാത ഷോപ്പിലും എല്ലായിടത്തും പോയി എന്ത് ചെയ്തു, ഷോപ്പ് കാര്യങ്ങളൊക്കെ കാണിച്ചു. അവിടെ സാമ്പിൾ മൂപ്പര് കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയി അവരുടെ സൈറ്റിൽ കൊണ്ടുപോയി അടിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്ത് അവര് സർട്ടിഫൈ ചെയ്തു സാധനം നല്ലതാണ്, ഇതാണ് കിട്ടുന്ന വെച്ചത്. ഞാൻ 30 കിലോമീറ്റർ പോകണം, അവരെ വീട്ടിൽ അവരെ നിലവിലുള്ള ഏരിയയിൽ നിന്ന് 30 കിലോമീറ്റർ പോയാലും 30 കിലോമീറ്റർ അവിടെ കുഴപ്പമില്ല, ഞാൻ പോയിക്കൊള്ളാം. അങ്ങനെ ഉപയോഗിക്കുന്ന കാര്യമില്ല, കാരണം നെറ്റ്വർക്ക് അറിയാം. ഇത് പെയിന്റ് ഇതുവരെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ വന്നിട്ടില്ല. അപ്പൊ അതിന്റെ സാധ്യത ഒരു 10, 20, 25 കൊല്ലത്തോളായിട്ട് പെയിന്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ നെറ്റ്വർക്കിന്റെ ടേസ്റ്റ് കൂടി ഉള്ളതുകൊണ്ട് അവർക്ക് കാര്യം മനസ്സിലായി. എന്തായാലും ഇത് ഒരു സൈറ്റിൽ അടിച്ചിട്ട് ബാക്കി കാര്യം. അങ്ങനെ 30 കിലോമീറ്റർ പോയി എന്ത് ചെയ്തു, പാരിപ്പള്ളി ഷോപ്പിൽ പോയി പെയിന്റ് എടുത്തു.
ഈ സാധനത്തോടെ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വീട്ടില് ഞാൻ കുളിക്കാൻ പോയ ബാത്റൂമില് ക്ലീനിങ് സാധനങ്ങളൊക്കെ സോപ്പ് എല്ലാ സാധനത്തിനും ഇതിപ്പോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പരിപാടി മുന്നോട്ട് പോകും. കാരണം നിങ്ങളിപ്പോ വീട്ടില് ഇപ്പൊ നാലാളെ വിളിച്ച് കഴിഞ്ഞാൽ മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാല് സാധനം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും വരുമോ? നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന ആളാണ് മനസ്സിലാവും. അപ്പൊ എന്നോട് പറഞ്ഞു അതിൽ അതൊക്കെയാണ് വിഷയം, ഇതെന്തായാലും ഒന്ന് ഉപയോഗിച്ച് തീർക്കട്ടെ, കുറച്ച് സാധനം കുറവാണ് കട്ടിപ്പോട്ടിട്ട് ഇതെങ്ങനെ ഉപയോഗിച്ച് തീർക്കട്ടെ, ഇത് ഉപയോഗിച്ച് തീർത്തിട്ടുള്ളൂ നമുക്ക് തുടങ്ങാനുള്ളൂ. സാമ്പത്തികമായിട്ട് പല വിഷയങ്ങളുണ്ട്. ചെറിയൊരു വീടാണ്, ഞാൻ പോയിട്ടുണ്ട്, ഞാനവിടെ ഒരു ദിവസം ഞങ്ങൾ താമസിച്ചിട്ടാണ് ഞങ്ങള് നിലവേ പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് മുമ്പ് വണ്ടി എടുത്തിട്ടാണ് തിരുവല്ല പ്രോഗ്രാമിന് അവിടുന്ന് മുമ്പേ കൂടി മനസ്സിലായി. അങ്ങനെ 2 പ്രോഗ്രാമിൽ പോയി, 2 പ്രോഗ്രാമിൽ 2 സ്റ്റേജിന് മുകളിൽ ഞങ്ങൾ 2 പേര് വെക്കാൻ പറഞ്ഞു. അതിൽ മുമ്പ് അവർക്ക് എന്താ വെച്ചാൽ അവര് പഞ്ചായത്ത് മെമ്പറൊക്കെ ഉണ്ട്, സംസാരിക്കുന്നതിനൊന്നും മുമ്പ് ഒരു വിഷയമുള്ള ആളാണ്. അപ്പോ വേണ്ട അംഗീകാരങ്ങൾ കിട്ടാൻ താല്പര്യം, നമ്മൾ കൂടെ വരുന്ന ആളുകൾ ഏത് തരത്തിലുള്ള ആളാണെന്നുള്ളത്, ഏത് ലെവലിലുള്ള ആളുകളാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡറിന്റെ കഴിവ്. കാരണം ആ ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണേ കുറെ ആളുകളോട് നമ്മൾ ഇടപെടേണ്ടതായിട്ട് അത് നമ്മൾ ആ സ്കില്ല് നമ്മൾ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്നതാണ്. ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മൾ ആളുകളോട് നമ്മൾ സംസാരിക്കണം, നമ്മൾ ഉണ്ടാകുന്നില്ല, പ്രായ അടച്ചിരുന്നാൽ ഒരാളിലേക്ക് വരില്ല. നമ്മൾ സംസാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിൽ എക്സ്പെർട്ട് ആയിട്ട് മാറുകയാണ് ചെയ്യും. അങ്ങനെ എന്താ പറയുക, ശിവാനന്ദ സാറ് 2 മീറ്റിംഗ് അതോടുകൂടി നമുക്ക് ചാർജ് ആയി, ഫുൾ ചാർജ് ആയി. ഫുൾ ചാർജ് എന്ന് പറയാൻ പറ്റില്ല, 90% നമുക്ക് അറിയാലോ ഒരാള് ഫുൾ ചാർജ് ആയത്. ഞങ്ങൾ 2022 ശിവാനന്ദ സാർ ഒരു തീരുമാനം എടുത്തു, എന്തായാലും ഇത് കൊല്ലം ജില്ലയിൽ പ്രൊമോട്ട് ചെയ്യും. നമുക്ക് കൊല്ലത്തിൽ വലിയ ആളുകളൊന്നും ആയിട്ടില്ല, അങ്ങനെ ഓരോ ആളുകൾക്ക് ഓരോ ഏരിയയിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ആ ഒരു കാര്യം. അപ്പോ അവര് പറഞ്ഞു ഞാൻ എന്റെ നാട്ടുകാരോട് പറയണമെങ്കിൽ എനിക്ക് കമ്പനി കാണണം. അപ്പൊ കമ്പനി കാണണം എന്ന് പറഞ്ഞപ്പോ ഞാൻ 6 പെട്ടു, 10 സെലിവെടുത്ത് വേണം. അപ്പോ ഞാനും തീരുമാനിച്ചു, കാരണം എനിക്ക് ഒരു 90 ആയിട്ടുള്ളൂ, 100% ആയില്ല. അപ്പോൾ RCB എനിക്ക് എന്തായാലും 100% ഫുൾ വിശ്വാസമായില്ല. കാരണം ഉളപ്പിച്ച് പഠിക്കുന്ന ആട്ടാണെന്ന് പറയുന്നത് ജയിക്കാശം അങ്ങനെ ജയിക്കില്ലല്ലോ. വേണുസാറ് പിന്നെ വേണുസാറ് പറഞ്ഞ നാട്ടുകാരാണ്, എന്തിന്റെയും അയൽവാസികളാണല്ലോ, നാരായണല്ലോ. അപ്പൊ ഒന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാനുള്ള എന്നാലും എന്താണ് 90% എത്തിയത് കമ്പനി അവിടെ പോയി കണ്ട് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം. അതായത് അവിടെ പോയ സമയത്ത് ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബാക്കിൽ നമ്മളെ ഫോട്ടോ മാറ്റാം, ഇതൊക്കെ അതേപോലെ ഞങ്ങൾ 2 ആളും ഞാൻ പോയത് പറഞ്ഞത് അത് വല്ലാത്ത കാര്യമാണ്. ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ ഡൽഹി നമ്മൾ ടിക്കറ്റ് ഇല്ല. ഞങ്ങൾ വിചാരിച്ചു ടൈം 5 മണിക്കൂറാണല്ലോ, 5 മണിക്കൂറല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, നമുക്ക് JD റിസർവേഷൻ ടിക്കറ്റ് അതെടുക്കാം. എടുത്തില്ല, സീറ്റുള്ള കാര്യമില്ല, ഇന്ത്യക്ക് ആണെന്ന് വലിയ രാത്രി തന്നെ ആളുണ്ടാവാം. അങ്ങനെ ഡൽഹിയിൽ ഞങ്ങൾ രാജസ്ഥാനിലേക്ക് വണ്ടി കയറിയ സമയത്ത് അവിടെ ഒരു രാംലല്ലേ ഒരു ക്ഷേത്രം, ശ്രീകൃഷ്ണന്റെ ക്ഷേത്രം, നമ്മുടെ ഗുരുവായൂരമ്പലം പോലെ തന്നെ ഒരു നല്ലൊരു അമ്പലമാണ്. അപ്പോ ഈ വണ്ടി കംപ്ലീറ്റ് ആൾക്കാരും അവിടേക്കുള്ള ആൾക്കാരാണ്. ഇത് വിവാരക്ക് പിന്നെ വിവാരക്ക് ആ 1 മണിക്കൂറൊക്കെ ഉണ്ട്. അത് രാത്രി കുറച്ച സമയത്തൊക്കെ ഇവരാർക്കും ഉറക്കല്ല, വലിയ ഫുള്ള് ഭജനയാണ്. ഞങ്ങള് ഡൽഹിയിലെത്തി അന്ന് ഡൽഹി ഫുള്ള് ചുറ്റി കണ്ട് റെഡ് ഫോർട്ടും എല്ലാം കണ്ട് ക്ഷീണിച്ചിട്ടാണ് തീർന്നത്. ഗുരുവായൂരേക്കുള്ള വണ്ടിയാണ്, അത് ഫുൾ ലഗേജും എല്ലാം കടയും. ഞങ്ങൾ 2 ആൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഞങ്ങൾ കണ്ട് ചെയ്യേണ്ടത് വേണുസാറോടോ സുസാറോടൊക്കെ ഇത് എവിടെയാണ് എന്താണെന്നുള്ള ആരും മാത്രമേ ചോദിച്ചുള്ളൂ, വേറെ ചോദിച്ചില്ല. മൂപ്പരിനാണ് എനിക്കൊന്നും അറിയാം, ഞാൻ ഇന്ന വിശ്വസിച്ചാണ് മൂപ്പരിനോട് പോകുന്നത്. ഞാൻ കൊല്ലം കുറച്ച് കുറവുള്ള അത്രയൊക്കെ അപ്പൊ അത് മാത്രം വെച്ചിട്ടാണ് ചെയ്ത് വണ്ടി കയറുന്നത്. അങ്ങനെ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നമുക്ക് അറിയാം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണല്ലോ. വേറെ എന്തും എന്ത് ചെയ്യാൻ സഹിക്കാം. ഇത് ചോദിച്ചു വാങ്ങാൻ പറ്റുകയാണെന്ന് വെച്ചാല് എവിടെ വേണം എന്ത് ചെയ്യാം, ഇന്ത്യയിലാണ് പോകുന്നത്. അപ്പോ ഇത് ഞങ്ങളവിടെ പോയി മൂപ്പറിന്റെ കൂടെ ഒറ്റയ്ക്കാക്കി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഒരു ഫുള്ള് അടുത്തൊക്കെ ഫുള്ള് ഇന്ത്യക്കാർ. ഞങ്ങൾ സീറ്റ് കിട്ടില്ല, ഒന്നുമില്ല, നിലത്ത് കിടന്ന് എങ്ങനെയൊക്കെയാ പോയത് ഞങ്ങൾക്ക് അറിയാം. ആകെ പ്രശ്നത്തിലാണ്. ഒരു പൊടി ഉറങ്ങാതെയാണ് ഞങ്ങൾ 4 മണിക്കാണ് അവിടെ തിരുവാര സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി
അവിടെ സ്റ്റേഷനിൽ തന്നെ എന്ത് ചെയ്ത് വിരിയിച്ച് അവിടെ ഒരു ഉറക്കം ഒരുങ്ങി രാവിലെ 7 മണി നേരം അവിടുത്തെ ഞങ്ങള് പുറത്തേക്ക് അറിയുമ്പോൾ അവിടെ ഹോട്ടലിൽ തന്നാൽ കാണാനാണ്. കാരണം വെച്ചാല് ഈ ഇതുണ്ടല്ലോ നമ്മളെ പൊറോട്ട അടിക്കുന്ന ഇതൊക്കെ പുറത്തൊക്കെ നിർത്തിയാൽ ആ ചപ്പാത്തി ഇങ്ങനെ ഫുള്ള് ലൈവായിട്ടാണ് പരിപാടി. അവിടെ മറ്റേ മണ്ണിന്റെ ഇതുണ്ടല്ലോ കപ്പ്, അതിലാണ് ചായ. നമ്മള് പോകുന്ന സമയത്ത് നമ്മള് വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നാണ് ആ സമയത്ത് 7 മണി സമയത്ത് നാട്ടിൽ തുറന്നില്ല. ഇതൊക്കെയാണ് തുറക്കുന്നത്. ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ ഹോട്ടലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഞങ്ങള് വിജയവാഡ ആടിപൊളിയൊക്കെ പോയിരുന്നവരോട് നമ്മള് ഭക്ഷണത്തിന് ഒന്നും ഒരു വിഷയമില്ല, നമ്മളെ എന്നെ കഴിക്കാത്തതാണ് എനിക്ക് കഴിക്കും. ആ ഒരു ടൈപ്പിലായിരുന്നു. അപ്പോ ഞാനവിടെ നമ്മളുടെ ഭക്ഷണം കഴിച്ച് ഞങ്ങള് പെട്ടി ഭക്ഷണം 20 ഓർമ്മ എടുത്തു കഴിഞ്ഞാല് RCM വേൾഡ് എന്ന് പറഞ്ഞാൽ അവിടെ വണ്ടിയുടെ ബാക്കില പേടിയ പോലെ പോകുന്നൊക്കെയാണ്. രാജസ്ഥാൻ വരൂല, അവിടെ ഫുള്ള് വരൂല. നല്ല നമ്മള് പേടക പോകുന്നത് പോയി പോയി ഞങ്ങളെ കൂടെ വേറെ ഒരു ഇന്ത്യക്കാരാ. ഇവിടുന്ന് കേരളത്തിൽ ആരാറില്ല. നമ്മളാരും ഇവിടുന്ന് സുഹൃത്തോടെ ആടത്തെ എല്ലാവരും ഉണ്ടാവാം. നിങ്ങളാണ്ട് പോയാൽ ആടത്തെ നമ്മളെ ലീഡേഴ്സ് കാണുന്നത് അതൊന്നും പന്ത്രണ്ടാണ് ആളെ വീഴ്ചാലി എല്ലാവരും തന്നെ ഞങ്ങളൊക്കെ ഒരുമിച്ച് റൂമിലാണ് ഡോർമെട്രിയിൽ നിലത്ത് ഒരു കടക്ക ഒരു റെഡി വെച്ചിട്ട് ഓരോ ഏതൊരു ടീമിനും കൂടെ രണ്ടാണല്ലോ. അപ്പോ അവരെ ക്യാമ്പിൽ ആരോ രണ്ടാൾക്കാർ ടിക്കറ്റ് എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ തന്ന് പൈസ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്ത് ഓരോ കൂടെയാണ് എന്ത് ചെയ്ത് അടക്കുന്നത്. അങ്ങനെ അവിടെ എത്തി കണ്ടപ്പോ ഉള്ളിൽ കൂടെ കയറിയപ്പോ അതുവരെ പുറത്ത് കണ്ട രാജസ്ഥാനല്ല, അതിന്റെ ഉള്ളിൽ കയറി കണ്ടപ്പോ നമ്മള് ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോയി. കാരണം ഫുള്ള് പച്ചപ്പൊക്കെ വരിച്ച് ഫുള്ള് പുല്ല്. ഞാൻ നോക്കി നോക്കി പ്ലാസ്റ്റിക് എന്താണ് അത് അല്ല, അത് തട്ട് അത് മണ്ണൊക്കെ എന്ത് ചെയ്ത് വേറെ എവിടുന്നൊക്കെയോ കൊണ്ടുവന്നിട്ട് അവിടെ മണ്ണൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കിയിട്ട് വരാ. ഒരു ഞാൻ വിജയവാഡ VKC വർക്ക് ചെയ്തോണ്ട് ഇരിക്കാതെ ഞാൻ അങ്ങനെയൊക്കെ ഒരു ഇതാണ് കണ്ടത്. ഉണങ്ങിയ സ്ഥലം എന്നുള്ള ലെവലിലാണ് ഞാൻ പോകുന്നത്. അപ്പോ പോയ സമയത്ത് അവിടെ ഫുള്ള് നല്ലൊരു അന്തരീക്ഷം, നമ്മള് പോയി കാണുന്ന ഒരു ആശ്രമത്തിന്റെ ഒരു ഫീലിംഗ് ആണ്. അപ്പൊ ആളെ കയറുന്ന തന്നെ നമുക്കൊരു സമാധാനമാണ്. അതുവരെയുള്ള ക്ഷീണമൊക്കെ എന്ത് ചെയ്യും അത് കണ്ടപ്പോൾ തന്നെ പോയിട്ട് പിന്നെ അവിടെ ബാഗാണ് വെക്കാറുണ്ട്. അങ്ങനെ ബാഗാണ്. അപ്പൊ റൂമുണ്ട്, ഒരു 250 രൂപ എടുത്തു കഴിഞ്ഞാല് ഒരു ടാഗ് തരും. ആ ടാഗ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് കാണിക്കണം. അത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആളെ പിള്ളേർ മൊത്തം എന്ത് ചെയ്യാം കമ്പി കാണിക്കണം. തിരിച്ചു പോയി തരാം 150 രൂപ അങ്ങനെ ചില പൈസ തിരിച്ചു തരും ചെയ്യും. ആ ടാഗാണ് മടക്കി കൊടുത്തു കഴിഞ്ഞാല് തിരിച്ച് പൈസ കൊണ്ട് തരും ചെയ്യും. ചെറിയൊരു പൈസ മാത്രമേ ഉള്ളൂ. അതായത് നമ്മള് ഹോട്ടൽ പുറത്തെടുക്കാൻ വെച്ചാൽ എങ്ങനെ വന്നാലും 700 രൂപ കൊടുക്കണം. അപ്പൊ ആളെ നഷ്ടമൊന്നുമില്ല, കമ്പനികളെ അങ്ങനെ ആക്കിയിട്ടൊന്നുമില്ല. അതും എന്താ പറയാ നല്ല രീതിയിലാണ് കമ്പനി ഡേറ്റ് ചെയ്തെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളാണ് കലാകാരനെ പോയി താമസിക്കാൻ പോലല്ലോ, ജസ്റ്റ് ഒന്ന് പോയി കാണാനല്ല, കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോരുന്നതല്ലോ. അപ്പൊ ആ ഒരു മൈൻഡിൽ പോകുന്ന സമയത്ത് ഇതന്നെ വലിയ എന്തോ കിട്ടും. അങ്ങനെ അവിടെ പോയി ആ റൂമിൽ AC റൂമാണ്, AC ആണ്. ഉറക്കമുറങ്ങി ഒരു കുടിയെ കുടിച്ച് എല്ലാവരും ഒരുമിച്ചാണ്. ആടെ ഒരു വകഭേദമില്ല, ആടെ സ്റ്റാറുകളുണ്ടായിരുന്നു, റൂമിയുണ്ടല്ലോ എല്ലാവർക്കും. അപ്പൊ എന്താ നമുക്ക് നമ്മള് ആ ഓപ്പറോ സമയത്താണ് ഓപ്പറോ ഈഗിളാണ് വിശ്വാസ ഓപ്പറോ അല്ല അപ്പോഴാണ് അവിടെ പോയി. അപ്പൊ എല്ലാവരും ഒരേപോലെ നമുക്ക് വിഷയം ഞങ്ങള് അവരെ കൂടെ ലേഡീസിന്റെ കൂടെയാണ് നമ്മൾ ചെയ്ത് ഫുള്ള് കണ്ട് ആട്ടം ഉണ്ടാക്കുന്നത്. ആദ്യം കാണുന്ന ആട്ടയാണ് ശിവന്ത് പറഞ്ഞ എനിക്ക് ആട്ടം ഉണ്ടാക്കുന്നത്. അങ്ങനെ ആട്ടന്റെ പ്രായം പോയി ഇതൊക്കെ പോയി കണ്ട് അവർ ശിവൻസാറുണ്ട് സംഭവമൊക്കെ അന്ന് കരിക്കോട് ഷോപ്പുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ അവിടെ ആ സമയത്ത് അവിടെ ഞങ്ങളെ കൂടെ പോയിരുന്നല്ലോ എല്ലാവരും. എല്ലാവരും അവിടെ കേരളത്തിലെ ലീഡേഴ്സ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുള്ള് കണ്ട് തുളസി പെയിന്റിന്റെ ഫാക്ടറി കണ്ടു. തുളസി പെയിന്റിന്റെ ഫാക്ടറി കണ്ടപ്പോ ശിവൻസാർ കുറച്ചുകൂടി എനർജി ആയി. കാരണം ഒരു ഫാക്ടറി കാര്യങ്ങളൊക്കെ അതിനുള്ളിലൊക്കെ കയറി കാണാൻ എന്ത് ചെയ്യില്ല, അനുവദിക്കുന്നതല്ല. ഒരു മാസ്ക് പോലും ഇടാതെ അതിനുള്ളിൽ എന്ത് ചെയ്യുന്നത് ഇപ്പൊ കയറാൻ കഴിയുന്നത് നെക്കൊക്കെ വീട്ടില്ല. അപ്പൊ തന്നെ നമുക്ക് അതിന് മനസ്സിലായി. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ പോയ ടെക്സ്റ്റൈൽ യൂണിറ്റ് ഒക്കെ നമ്മൾ പോയി കാണാം. ഫുള്ള് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. നല്ല അതിന്റെ ക്വാളിറ്റി ചെക്കിംഗ് ഒക്കെ നമ്മൾ പക്ക ക്ലിയർ ആയിട്ട് അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് നടക്കുന്നത് നേരിട്ട് കാണാം. 1977 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് പറഞ്ഞപ്പോ ഈ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ ഇതൊക്കെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. അല്ലാതെ വെറുതെ എക്സൈറ്റ്മെന്റിന് വേണ്ടി പോയാലോ. ഇവിടെ പറഞ്ഞ ലീഡേഴ്സ് പറഞ്ഞ ഓരോ കാര്യങ്ങളും കറക്റ്റ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ
കാരണം ഈ ഒരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഒന്നും എന്ത് ചെയ്തില്ല, വഹിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ കമ്പനി മാർക്കറ്റിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യുന്നത്, കമ്പനി ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്കാണ് കൊടുക്കുന്നത്. അപ്പൊ അത് വാങ്ങിയെടുക്കണമെങ്കിൽ നമ്മളെ ബേസ് വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ പ്രോഡക്റ്റ് എന്ത് ചെയ്യണം, നമ്മളെ ഇതിൽ അത് പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം ഒരു 100% വിശ്വാസത്തിലേക്ക് നമുക്ക് എന്തെങ്കിലില്ല പ്രൊമോട്ട് ചെയ്യാൻ പ്രയാസമാണ്. ആളുകൾ എന്ത് ചെയ്യുക, അത് അവരെ ഏറ്റെടുക്കില്ല. കാരണം നമ്മൾ സംസാരിക്കുന്ന 100% കറക്റ്റ് ആണെന്നുള്ള നമ്മുടെ സംസാരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വായിച്ചെടുക്കാൻ പറ്റും. നമ്മള് ഒരാളെ കാണുന്ന സമയത്ത് ആ ആളെ കണ്ടിട്ട് എന്ത് ചെയ്യരുത്, ഒരാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അവര് എങ്ങനെയുള്ള ആളാണ് എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ നമ്മള് സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. അത് 100% കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. അതിന്റെ കാര്യം അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ വിവാദം പോകാൻ കാരണം വേറെ എന്തെന്ന് പറഞ്ഞാൽ മർക്കസിൽ പറഞ്ഞു ഞാനിത് സീരിയസ് ആയിട്ട് PSC വരെ ഒഴിവാക്കി. പ്രശ്നമായിരുന്നു PSCന്റെ പഠിത്തമൊക്കെ ഒഴിവാക്കിയ സമയത്ത് ഭയങ്കര പ്രശ്നം. ഞാൻ പറഞ്ഞു എനിക്ക് വേണം പോയിക്കോ, ഞാൻ പരിപാടി നിർത്തിയാണ്. കാരണം RCBിലേക്ക് വന്നപ്പോൾ പിന്നെ PSC കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒഴിവാക്കി. അതിന്റെ ഇടയിൽ കൊറോണയ്ക്ക് മുന്നേ ഞാൻ യോഗ ഇൻസ്ട്രക്ടറായിട്ട്. അപ്പൊ യോഗ ഇൻസ്ട്രക്ടറായ സമയത്ത് IIMലെ ലെക്ചേഴ്സിനൊക്കെ ഞാനാണ് ക്ലാസ് എടുത്തിട്ടുണ്ട്. 3 വർഷം ഞാനാണ് ക്ലാസ് എടുത്തിട്ടുണ്ട്. 3 മാസം 21 ക്ലാസ് എടുത്ത് 21 ക്ലാസ് ആഴ്ച 2 ക്ലാസ് ഉണ്ടാവും. 21 ക്ലാസ് ആണെന്ന് വെച്ചാൽ 3 മാസം കഴിയും. 3 മാസം കഴിയുന്നേരം 7,000 രൂപ കിട്ടും. 7,000 രൂപ കിട്ടും. പക്ഷെ എനിക്ക് ആ 7,000 കിട്ടിയാണ് എന്താണ്, ഞാൻ ആ ഡിവൈഡ് ചെയ്യും 3 മാസത്തേക്ക്. അപ്പൊ 2,000 എനിക്ക് കിട്ടുന്ന സമയം 2,000 ഓക്കെ, കുഴപ്പമില്ല. ആ രീതിയിലുള്ള 2,000 നമ്മള് കിട്ടുന്ന ചെറിയൊരു വരുമാനമാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വില നമ്മൾ കൊടുക്കണം. അപ്പോ യോഗയിലാണെങ്കിൽ ഞാൻ ആചാര്യന്റെ പതഞ്ജലി യോഗ മാഷായിരുന്നു. അവിടെ ഒരു വിഷയമില്ല. ഞാൻ പറഞ്ഞു ഞാൻ ആശയം ചെയ്യാണ്. ഞാൻ ആചാര്യനെ പറഞ്ഞു നല്ല ഉൽപ്പന്നങ്ങളാണ്, ആചാര്യ വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം. അത് എന്റെ ഇടയിൽ അത് പറഞ്ഞത്. അപ്പൊ ആചാര്യ പറഞ്ഞു അഖില എന്തായാലും ഉപയോഗിക്കും, അഖില എവിടെയെങ്കിലും എന്നിട്ട് നോക്കാം. അപ്പൊ അവിടെ എന്ത് ചെയ്യും, നമ്മളൊരു വെല്ലുവിളി പോലെയൊക്കെ തോന്നും. നമ്മള് ഒരു പോസിറ്റീവ് ആയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് എടുക്കണം. ആളുകൾ എന്ത് ആർക്കെങ്കിലും വരുന്നില്ല, അവര് ഒന്നെങ്കിലും നമ്മളെ എന്ത് ചെയ്യും, ഒരു വെല്ലുവിളി പോലെ എന്ത് ചെയ്യും, നീ എന്തെങ്കിലും ആകും, ആ ലെവലിലേക്ക് എന്ത് ചെയ്യും പറയും. അപ്പൊ ആ സമയത്ത് നമ്മൾ മനസ്സിലിങ്ങനെ എങ്ങനെ കൂട്ടി കൊണ്ടുവരും. എന്തെങ്കിലും ഒന്ന് ആവണം എന്നുള്ളത്, നമ്മൾ എന്തെങ്കിലും ഒന്ന് ആവണം എന്നുള്ളത് നമ്മള് മൈൻഡിൽ എന്ത് ചെയ്യണം. ഈ രീതിയിൽ ആളുകൾ സംസാരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഓരോ തോന്നുന്നത്. ഇവര് നെഗറ്റീവ് പറയുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് മനസ്സിൽ എന്താ പറയാ, നമുക്കായി പറയും ഞാൻ എന്തായാലും ഇത് കൊണ്ടുപോകും, വന്നാലും രക്ഷപ്പെടും, അത്രയേ ഉള്ളൂ. അതിലപ്പുറത്തേക്ക് കൊണ്ടുപോകും. പിന്നെ ഒരാളോട് ഞാൻ എന്തെങ്കില്ല പടങ്ങില്ല. ശിവാനന്ദനോട് അന്ന് അത്രയും വർത്തമാനം പറഞ്ഞത് പോലും ഞാൻ ഉപരി പടങ്ങില്ല. ഞാൻ എന്ത് ചെയ്തു, ഒരു ഫോളോ അപ്പിലായിരുന്നു, സോഷ്യൽ മീഡിയയിൽ ഫോളോ അപ്പ്. അതുകൂടി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യം വരും. ബ്രോഡ്കാസ്റ്റ് ഞാൻ പറയുന്നത് ചിലപ്പോ ആദ്യം പറഞ്ഞ അവസാനം ഇതൊക്കെ പറയുള്ളൂ. നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിൽ വരും. അപ്പൊ ബ്രോഡ്കാസ്റ്റിംഗ് ഇത് സോഷ്യൽ മീഡിയക്ക് ആവശ്യമുള്ള സാധനമാണ്. സോഷ്യൽ മീഡിയ ഫോളോ അപ്പ്, സോഷ്യൽ മീഡിയയിൽ ഫോളോ അപ്പ് പറഞ്ഞാൽ എന്റെ ഇപ്പൊ നിലവിലെ കോൺടാക്ട് ലിസ്റ്റിൽ ഞാൻ സേവ് ചെയ്ത് വെച്ച നമ്പർ തന്നെ 6,000 കോൺടാക്ട് ലിസ്റ്റ് ആയിരിക്കും. അത്ര ആയിരിക്കും. 70,000 കോൺടാക്ട് ലിസ്റ്റുള്ള ഫോൺ ഞാൻ കണ്ടു. അതായത് രജിസ്ഥാന ഞാൻ പറഞ്ഞല്ലോ, ആ വലിയ ഉയർന്ന ഫോൺ എനിക്ക് കാണിക്കും. 67,000 ആൾക്കാരെ കോൺടാക്ട് ലിസ്റ്റാണ് നോക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇതൊക്കെ വെച്ചിട്ടാണ് എന്തോളി വയസ്സാണ് കഴിഞ്ഞ ആള് കോളേജിൽ പോകുന്ന നേരം ഇത് കൊണ്ട് പോകാറ്. അത്രയും പറയാം. വേറെ ഒന്നും ഞാൻ ഉപയോഗം പറയില്ല. അത് നമ്മൾ പോസിറ്റീവായിട്ട്, അല്ലാതെ ആളെ എന്തില്ല വെറുപ്പിക്കില്ല. ആ കമ്പനി വയസ്സിലാണ് ചെയ്യുള്ളൂ നമ്മൾ സംസാരിക്കുന്നത്. നമ്മളെ ഒരാൾ ഒരു പ്രാവശ്യം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ബിസിനസ് പരം എന്നുള്ള ലെവലിൽ ഒരു ഫ്രണ്ട് എന്ന ലെവലിൽ ആ രീതിയിലാണ് ഞാൻ എനിക്ക് കാണാൻ ഇഷ്ടം, താല്പര്യം. അല്ലാതെ നമ്മള് എന്താ പറയാ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൂടുതലായിട്ട് ഫ്രണ്ട്ലി രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ആളുകൾക്ക് സംസാരിക്കുന്നത്. ആ രീതിയിലാവുന്ന നേരം ആളുകൾ എപ്പോഴും നമ്മളെ കൂടെ എന്താണ് ഉണ്ടാവും. ഇതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ടെങ്കിലും ഓക്കെ കുഴപ്പമില്ല. അവരെ നമ്മൾ എന്ത് ചെയ്യണ്ടാവും, അവർക്ക് മനസ്സിലാവാത്തവരാണ്. ആസ്യ ബന്ധം അവർക്ക് മനസ്സിലായിട്ട്, അപ്പൊ അവർ മനസ്സിലാവുന്ന രീതിയിൽ അവരെ ഞാൻ എന്ത് ചെയ്യും, ഓൾറെഡി എന്റെ അടുത്ത് പ്രാവശ്യം എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ അവരോട് പറയും എന്റെ നമ്പർ ഇതാണ്, സേവ് ചെയ്തോളൂ. ഈ ബ്രോഡ്കാസ്റ്റിംഗിന്റെ പ്രശ്നമുണ്ട്. ബ്രോഡ്കാസ്റ്റിംഗ് നമ്മുടെ നമ്പർ അവർ സേവ് ചെയ്താലേ നമ്മൾ ഇവിടുന്ന് മെസ്സേജ് എന്ത് ചെയ്യുള്ളൂ,
അത് കിട്ടുള്ളൂ. അപ്പൊ ഈ ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ ബ്രോഡ്കാസ്റ്റിംഗാണ് ഫോളോ വാർത്താനം പറഞ്ഞ ഞാൻ നമ്പർ നോട്ട് ചെയ്തോളി, നമ്പറാണ്, സേവ് ചെയ്ത് വെച്ചോളി എന്ന് പറഞ്ഞു. അതെ, ആ സംസ്ഥാനത്തിന്റെ ടോക്കിങ്ങിനിടയിൽ ഞാൻ എന്ത് ചെയ്യും, അത് ഞാൻ ചെയ്യിപ്പിക്കും. അത് ചെയ്തിട്ടുള്ളത് ഞാൻ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെ ആ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്ക് ഞാൻ ശിവാൻ സാറെ അങ്ങനെ ആഡ് ചെയ്തു, എല്ലാവരും ആഡ് ചെയ്തു. കാരണം ഒരു നെറ്റ്വർക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ചിലപ്പോൾ നമ്മുടെ ടീമിലേക്ക് വരും. നമുക്ക് ഈ വാട്സപ്പിൽ ഒരാൾക്ക് ഒരു മെസ്സേജ് മീറ്റിങ്ങിന്റെ ലിങ്ക് അയച്ചു കൊടുക്കണമെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും ഇത് ഈ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഈ ബ്രോഡ്കാസ്റ്റ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ മെസ്സേജ് അയക്കും, 5 ആൾക്കാർ ഒരു സമയത്ത് ഇതുകൊണ്ട് കഴിക്കും. ആദ്യത്തെ കുറെ ആൾക്കാർ ഇടായിരുന്നു, പിന്നെ ഈ വാട്സപ്പ് കമ്പനി എന്ത് ചെയ്തു വെച്ചാൽ 5 ആളുകളെ ലിങ്ക് ചെയ്തു. ഇത് മെസ്സേജ് അയച്ച് ലിങ്ക് ഇങ്ങനെ ഭ്രാന്താണ്. അങ്ങനെ ഉള്ളതാണ് ഒരു വൈഫാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല നിങ്ങൾക്ക് ഇങ്ങനെ കുത്തിങ്ങനെ കുറെ എന്താ ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ മെസ്സേജ് ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് വെച്ചാൽ അതിനാ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് വെച്ചാൽ പറയുന്നത്. ബ്രോഡ്കാസ്റ്റ് അങ്ങനെ നോക്കുന്നില്ല. ഈ സോഷ്യൽ മീഡിയ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിച്ചുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊന്നും പോസ്റ്റ് ചെയ്യാനോ മെസ്സേജ് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്കറിയാം. വെള്ളമെടുത്തുള്ളവർ പറയും. അപ്പൊ അറിയുന്ന കാര്യങ്ങൾ നമുക്ക് എന്താണോ അതിൽ ആവശ്യം, അതിൽ പോസിറ്റീവായിട്ട് നമ്മളെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ എന്താണോ ആവശ്യം അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പഠിച്ചിട്ടുണ്ട്. അതിൽ അപ്പുറത്തേക്ക് നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള സമയം ഉണ്ടാവും, നമ്മളെ പരിപാടി എന്തില്ല, നടക്കില്ല. അപ്പോ ഈ ബ്രോഡ്കാസ്റ്റിംഗ് ആളാണ് പഠിപ്പിച്ചത്. അങ്ങനെ പഠിപ്പിച്ചു തന്നപ്പോ ഓരോ ആളുകൾ ചെയ്ത് ബ്രോഡ്കാസ്റ്റിംഗ് എന്റെ കോൺടാക്ട് ലിസ്റ്റിലേക്ക് കുടുംബക്കാരെയൊക്കെയാണ് ആദ്യം ചെയ്തത്. ഓലൊക്കെ എന്ത് ചെയ്തത് മെസ്സേജ് ഇങ്ങനെ വന്നോണ്ടിരുന്നപ്പോ എന്റെ നമ്പറാണ് ബ്ലോക്ക് ചെയ്തത്. ഓർക്ക് അത് അറിയുള്ളൂ, ഓരൊക്കെ നമ്പർ ബ്ലോക്ക് ചെയ്തു. പക്ഷെ ഞാൻ വിടുക, എനിക്ക് വേറെ നമ്പർ മനസ്സിലായി. അപ്പൊ വേറൊരു സ്റ്റെപ്പിന് വേറെ നമ്പർ കിട്ടിയിട്ടുണ്ട്. 2 നമ്പറിലാണ് നമ്മൾ വരുന്നത്. ഒരു നമ്പർ ബ്ലോക്ക് ചെയ്താൽ നടക്കണമായിരുന്നു. പക്ഷെ അവരെ വിളിക്കേണ്ട സമയം വരും. അവർ ജോയിൻ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അവർ താഴെ ബിസിനസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റു നമ്പറിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ അവർക്ക് കറക്റ്റ് ആ ഒരൊറ്റ വിളിയിൽ ഞാൻ പറഞ്ഞു. ആ ഒരൊറ്റ വിളിയിൽ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ വെറുതെ ഹായ് ഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണ് എന്ത് പേര് അടിച്ചതിന് അപ്പം തന്നെ അങ്ങോട്ട് പറയാം. അപ്പോ അത് പറയുന്നതിന് ആ ഒരൊറ്റ വിളിയിൽ ആ വിളി ഒന്നെങ്കിലും വോയിസിലാക്കിയിട്ട് എന്ത് ചെയ്യും, ഒരൊറ്റ വോയിസ് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കും. ഇങ്ങനത്തെ കാര്യങ്ങളാണ് താല്പര്യം ചെയ്താൽ തീരുമാനിക്കും. അപ്പൊ ചെയ്താൽ കാര്യങ്ങൾ വർക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ വരുമാനം കിട്ടും. അപ്പോ അന്ന് ആ സമയത്താണ് ഇതെങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് ധന്യവാദം. അല്ലെങ്കിൽ ഇതെങ്ങനെയൊക്കെ സംഭവിച്ചു, ഇതാണ് ബിസിനസ്. അപ്പൊ അത് പഠിക്കാൻ തയ്യാറായപ്പോ അവർ വന്ന വാർത്തകളിൽ അവരേറ്റെടുത്തു, അവർ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്തു. അതേപോലെ ശിവാനന്ദ സാറിന്റെ കാര്യം പറഞ്ഞാൽ 3 മാസം കഴിഞ്ഞ് പെയിന്റ് വന്ന് പറഞ്ഞിട്ട് ബ്രോഡ്കാസ്റ്റിലാണ് ഞാൻ മെസ്സേജ് മുപ്പര് വിചാരിച്ച് മുപ്പർക്കായിട്ട് മെസ്സേജ് ഇത് അങ്ങനെയാണ് വരിക. മുപ്പർക്കായിട്ടല്ല, നമ്മളത് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മെസ്സേജ് സെറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ. അത് ആ സെറ്റ് ചെയ്ത് വെക്കുന്ന ആ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നമ്മുടെ പേര് ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പണി പരിഗണിക്കുന്നതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ വെറുതെ മെസ്സേജ് വിടാന്നല്ല. അവര് വെറുതെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇട്ടില്ലല്ലോ, അവര് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. അവര് നാളെ അവർ വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷ നാരായണൻ പറയാറുണ്ട്. പ്രതീക്ഷ വിൻസൻ ചർച്ചില് പറയുന്ന ഒരു കാര്യം നാരായണനോട് പറയുന്നത് പ്രതീക്ഷ. അതോ നമുക്ക് പ്രതീക്ഷ വേണം. പ്രതീക്ഷ ഇല്ലാതെ ഈ ബിസിനസ്സിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇതിൽ വർക്കാണില്ല. കുറച്ച് ക്ഷമയും വേണം. അപ്പോ ഇവര് നാളെ വരുന്നുള്ള ഒരു പ്രതീക്ഷയ്ക്ക് ഉണ്ടായതോ അതുകൊണ്ട് ഞാൻ ബ്രോഡ്കാസ്റ്റ് ഇട്ടു. നമ്മളെ മെസ്സേജുകൾ അവർ സ്ഥിരം ഞാൻ ഗുഡ് മോർണിംഗ് ഇടും, ഗുഡ് നൈറ്റ് ഇടും, എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ഇടും. അപ്പോ എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നത് നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കേൾക്കുന്ന ലെവലിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരേ കണ്ണിൽ കാണാം. ഞാൻ ആ രീതിയിലാണ് എല്ലാവരും അറിയാം. അതുകൊണ്ട് മെസ്സേജ് പോകുന്നത് എല്ലാവർക്കും അറിയാൻ പോകും. അതുകൊണ്ടാണ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ചെയ്തത് അവർക്ക് വിട്ടുള്ളൂ. അപ്പോ അവര് ശിവാനന്ദ സാറാണെങ്കിൽ അത് കണ്ടു. അവര് തുടർച്ചയായിട്ടുള്ള മെസ്സേജ് രാവിലെ വൈകുന്നേരം ഒക്കെ ദാസിക്കും. ശിവാനന്ദ സാറ് വിചാരിച്ചു ഇദ്ദേഹം എന്താണ് ഇന്നത്തെ മീറ്റിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം എന്താ ഇങ്ങനെ മെസ്സേജ് ഇട്ടു. അത് കോഴിക്കോട് കിടക്കുന്ന വെച്ചാൽ ഞാൻ കൊല്ലത്തുള്ള ഇങ്ങനെ മെസ്സേജ്. അപ്പൊ എന്തോ ഒരു കാര്യം അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്. പെയിന്റ് വന്നപ്പോ അന്നേരം തന്നെ ബാക്കി കൂടി കാണിച്ചെന്ന് ഐഡിയ അടിച്ചു. ആ അദ്ദേഹത്തിന്റെ ആ തീരുമാനം അന്ന് ഞങ്ങള് പിന്നെ ബിൽവാരം പോയി പറഞ്ഞല്ലോ. ബിൽവാരം പോയി വന്ന് അന്ന് വൈകുന്നേരം കമ്പനി മുഴുവൻ കണ്ടു കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങള് തിരിച്ച് ഡൽഹിക്ക് വണ്ടി കയറി. പിറ്റേന്ന് രാവിലെ അവിടെ ഡൽഹി ആനിവേഴ്സറി കണ്ടു.
ഇതോടുകൂടി ഞങ്ങൾ ഫുള്ള് സെറ്റായി. കാരണം ഇത് നമ്മളെ അടുത്ത 7 തലമുറയ്ക്ക് ഉള്ള കമ്പനി ഓൾറെഡി 7 തലമുറയ്ക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ചെയ്തിട്ടുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി. ഇവിടെ നമുക്ക് ആർക്കും ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല, പക്ഷെ 7 തലമുറയ്ക്ക് കഴിയാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആദ്യം അവിടെ എന്ത് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനൊരു മാറ്റിക്കേണ്ട ആവശ്യം. ഈ സാധനം നല്ല സാധനമാണ്, ഉപയോഗിച്ച് ഓക്കെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഭാഗത്ത് തൈറോയ്ഡ് പ്രശ്നം ഉണ്ടായിരുന്നു, തൈറോയ്ഡ് വരെ മാറിപ്പോയി. അതിന് ശേഷമാണ് പറഞ്ഞത് ഇതിന്റെ ആസ്യത്തിൽ വരുന്ന ഓരോ ആളുകൾക്കും ഇത് പ്രത്യേകത എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആരോഗ്യം. ഞാനും ഈ ഒരു ആരോഗ്യ പ്രശ്നം, ഒരു ചെറിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു, കുളിച്ചു വരുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. തവണ കുടിച്ചപ്പോഴാണ് തവണ കുടിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായിരുന്നു. അങ്ങനെ മീറ്റിംഗിൽ വന്നതിന് ശേഷമാണ് തവണ കുടിക്കുന്ന ആൾക്കാർ എല്ലാവരും കൈവരിച്ചപ്പോൾ എനിക്ക് വിശ്വാസമായി. ഇത്രയും ആൾക്കാർ ഇത്രയും വർഷം കൊണ്ട് തവണ കുടിച്ച് ആരും എത്തുന്നു പോയില്ല. പിന്നെ ഒരാഴ്ച ഞാൻ കുടിച്ചിട്ട് ആഴ്ച ആകാതെ മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്, തവണ കുടിക്കാൻ തുടങ്ങി. അത് കുടിച്ചപ്പോൾ തന്നെ എന്റെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ ഡിപ്ലോമയ്ക്ക് ഒരു സബ്ജക്റ്റും ഫെയിൽ ആവാതെ പാസ്സാവുന്ന ഒരു വാശിയിലേക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ആരോഗ്യ പ്രശ്നം കുടിച്ചു കിട്ടുന്ന പ്രശ്നം അധികമാക്കാൻ കാരണം ഹോമിയോപ്പതി കാണിച്ചു. ആദ്യം അധികമാക്കാണ് എക്സാം 2 മുന്നേ കൊണ്ട് കാണിച്ച് ഇത് കുടിച്ച് ആകുമ്പോൾ അധികമായി, ആകെ അലമ്പായി. തലേന്ന് ഉറങ്ങാൻ കഴിയില്ല. പിറ്റേന്ന് രാവിലെ പേപ്പർ എക്സാം എഴുതാൻ നോക്കിയപ്പോൾ ക്വസ്റ്റിനൊക്കെ അറിയുന്ന ക്വസ്റ്റിനാണ്, ഒന്നും എഴുതാൻ കഴിയില്ല. എന്തായാലും സമയമില്ല, ഒന്ന് എഴുതിയ കുഴപ്പത്തിൽ ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ പോലാന്നുള്ള. പിന്നെ ചോദിച്ചപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിലാണ് പോല 6 ദിവസം എഴുതിയെടുത്താൽ മതി പറഞ്ഞപ്പോൾ ഓക്കെ. അങ്ങനെ അത് എഴുതിയിട്ട് ഫസ്റ്റ് ക്ലാസ്സിലെ ഞാൻ ഡിപ്ലോമ ചെയ്ത് പാസ്സായി. പക്ഷെ RCMൽ വന്നപ്പോൾ ഇത് ഇവിടെ പഠിച്ച കുറെ കാര്യങ്ങൾ, ഞാൻ പഠിച്ച പല കാര്യങ്ങളും എനിക്ക് ശരിക്കും പറഞ്ഞാൽ RCMൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യം കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പഠിച്ച ഓരോ കാര്യങ്ങളും RCMലേക്ക് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സർട്ടിഫിക്കറ്റ് RCM പഠിക്കാൻ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് പറയുന്നത്. പക്ഷെ പ്രൊഡക്ഷന്റെ കാര്യം ഞാൻ BKC പോയതുകൊണ്ട് തന്നെ നമ്മളൊരു കമ്പനി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കാൻ പറ്റും. ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ പറ്റും. കാരണം കംപ്ലൈന്റുകൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കമ്പനി വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വരുന്ന പല കംപ്ലൈന്റ് കയറി പോകുന്നുണ്ട്. നമ്മള് കസ്റ്റമർ അവിടെ പിന്നെ റിട്ടേൺ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോയ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ആ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എനിക്കറിയാം പല കംപ്ലൈന്റ് വരുന്നു. പക്ഷെ ആ കംപ്ലൈന്റ് വരുന്ന ഇന്ത്യക്കാർ പൈസ കട്ട് ചെയ്യുന്നു നമ്മൾ കാണുന്നുണ്ട്. മലയാളീസ് ആയിട്ട് എന്റെ പൈസ എന്ത് ചെയ്യില്ല, കട്ട് ചെയ്യുന്നു. ഓരോ പൈസ കട്ട് ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും മലയാളീസ് തെറ്റാണ്, മലയാളി കമ്പനി ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ പൈസ എന്ത് ചെയ്യും, അവിടെ കട്ട് ചെയ്യും. ആണോ തന്നെയാണ് ഓരോരുത്തരുടെ പാട്ട് വരുന്നത്. പക്ഷെ ആ സെക്ഷനിലുള്ള ശരിക്കും പറയാന്ന് വെച്ചാൽ വേറൊരു കമ്പനിയിലാണെങ്കിൽ ആ സെക്ഷനിൽ ആരാണെന്ന് ഓരോ പൈസ എന്ത് ചെയ്യും, കമ്പനി കട്ട് ചെയ്യും. RCM ഒക്കെ പക്ഷെ ആ രീതിയിലായിരിക്കും അവിടെ വർക്ക്. ഓരോരോ കമ്പനിയുടെ സിസ്റ്റം ഉണ്ട്. അപ്പോ പറഞ്ഞു വന്നാൽ നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യതകൾ. അപ്പൊ അതില് സോഷ്യൽ മീഡിയ, ബ്രോഡ്കാസ്റ്റിംഗ്, അവിടെയാണ് നമ്മൾ ഇതാക്കിയത്. അപ്പോ കൂടുതൽ എന്താ പറയാ സോഷ്യൽ മീഡിയയില് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് മെയിനായിട്ട് ഫോളോ അപ്പ് ആണ്. ഈ ഫോളോ അപ്പ് നമ്മള് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ വിചാരിക്കും അത് ചെറിയൊരു കാര്യമാണ്. പക്ഷെ അത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ വലിയൊരു പോയിന്റാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ അവര് നമ്മളെ നമ്പർ എങ്ങനെയെങ്കിലും എന്ത് വിധേനെങ്കിലും അവരെ കോണ്ടാക്റ്റില് അവർ നമ്മുടെ നമ്പർ ഫീഡ് ചെയ്തിരിക്കുക എന്നുള്ളത് മെയിൻ പോയിന്റ്. അല്ലാതെ ഒരിക്കലും എന്തില്ല അവർക്ക് മെസ്സേജ് അവിടേക്ക് പോകും. അപ്പൊ അതിനനുസരിച്ചുള്ള ഡീലിംഗ് ആയിരിക്കണം നമ്മൾ തുടക്കത്തിലെ ചെയ്യേണ്ട കാര്യം. പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യം, നമ്മൾ ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചാണ് എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റി നല്ലൊരു നോളജ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം വിളിക്കുന്ന ആള് എങ്ങനത്തെ ആളാണെന്ന് പറയാൻ പറ്റും. ചിലപ്പോൾ കുറെ കമ്പനികൾ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആളായിരിക്കും, ചിലപ്പോൾ നല്ല നോളജ് നമ്മളെക്കാൾ നല്ല നോളജ് മാർക്കറ്റിനെ കുറിച്ച് നല്ല നോളജ് ആളായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പേർട്ട് ആയിരിക്കും. ഒരു 5 മിനിറ്റ് അതിൽ കൂടുതൽ സംസാരിക്കും. ഒന്നുമില്ല, അവർക്ക് മനസ്സിലാക്കേണ്ടത് കമ്പനി എന്താണ്, പ്രൊഡക്റ്റ് എന്താണ്, അതിന്റെ വില വ്യത്യാസം എന്താണ്, കമ്പനിയിലുള്ള വിശ്വാസമാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് അവരുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കേണ്ട ഒരു കാര്യം. കമ്പനി എത്രത്തോളം വലിയ കമ്പനിയാണ്, എത്ര വർഷമായി, എത്രത്തോളം പ്രൊഡക്റ്റുകൾ കമ്പനിയുണ്ട്, എത്ര ശതമാനം പ്രൊഡക്റ്റുകൾ കമ്പനി ഓൺ മാനുഫാക്ചറിംഗ് ആണ്. ഈ കാര്യങ്ങളൊക്കെ 100% പ്രൊഡക്റ്റും RCM ഉണ്ടാക്കുന്നത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, പറയാൻ പാടില്ല. അങ്ങനെ അല്ല, അതൊരു 60-70% പ്രൊഡക്റ്റുകളും RCM സ്വന്തം ഉൽപ്പാദിക്കുന്ന മറ്റ് പ്രൊഡക്റ്റുകൾ
തുളസിയിൽ നിന്നും കമ്പനി എന്ത് ചെയ്യുന്നില്ല ടൈപ്പ് പ്രൊഡക്റ്റുകളാണ്. അപ്പൊ നമ്മൾ ഒരു 60-70% പ്രൊഡക്റ്റുകളെ എന്ത് ചെയ്യുന്നു സ്വന്തമായിട്ട് അത് നമ്മൾ ആ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് കേൾക്കുന്ന ആൾക്കാണ് ഓക്കെ എല്ലാവർക്കും അറിയാം ഇങ്ങനെ തന്നെയാണെന്നുള്ളത്. മറ്റു പല കമ്പനികൾക്കും സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റും ഇല്ല, ഒരു പ്രൊഡക്റ്റും ഇല്ലാത്ത മാനുഫാക്ചറിംഗ് വേറെ എവിടെയെങ്കിലും മാർക്കറ്റഡ് ബൈ അത് മാത്രമുണ്ടാവും. പക്ഷെ ആർസികൾ അങ്ങനെയല്ല, സ്വന്തം ഫോൺ മാനുഫാക്ചർ. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയി കണ്ടത്. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായി 60% പ്രൊഡക്റ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ അവർ അത്രയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് അതിന് നടത്തിയത് ഓരെന്തായാലും നാളെ മറ്റന്നാൾ എന്ത് ചെയ്യില്ല 100% എങ്ങനെ വന്നാലും ഒരു 7 തലമുറയ്ക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ വരുമാനം കിട്ടാനുള്ള ഒരു സാധ്യതയിലുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ വരുമാനം പതുക്കെ സ്റ്റാർട്ടിങ് വരിക. വരുമാനം നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നെറ്റ്വർക്കിലേക്ക് ഇറങ്ങരുത്, ഒരിക്കലും എന്ത് ചെയ്യരുത്. വരുമാനം നോക്കിയിട്ട് ഫസ്റ്റ് ഒരിക്കലും പറഞ്ഞില്ല. നമ്മൾ വരുമാനം നോക്കാതെ നമ്മൾ വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കുക, അതായത് മാക്സിമം കസ്റ്റമേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ടീമിന്റെ അധിപനാവാൻ പറ്റും. ഒട്ടേറെ ആളുകളെ ഇതുപോലെ വലിയ വലിയ ടീമുകളുടെ അധിപന്മാരാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ അധിപന്മാരാക്കി മാറ്റുന്ന ഒരാൾക്ക് എന്താ പറയാ താഴെ ആളുകൾ കാണുന്ന ശിവസാർ ദൈവത്തിന്റെ ഒരു പരിവേഷം. കാരണം വെച്ചാൽ ഒട്ടേറെ ആസിന്റെ കാര്യം പറയണം, ഒട്ടേറെ ആളുകളുടെ അസുഖങ്ങൾ ഇപ്പൊ ലതിക മാഡത്തിന് എനിക്കൊരു പരിചയമില്ല. ഞാൻ ഇവിടുന്ന് ഒരു അമ്മ വിട്ട് അത് ശിവാൻ സാറിനെ കൊണ്ട് ശിവാൻ സാറിനോട് ആ ആസ്യം എല്ലാവരും എന്ത് ചെയ്ത് പകർച്ചവ്യാധി പോലെ പകർന്നപ്പോ അതിൽ കിട്ടിയ ഒരു പകർച്ചവ്യാധിയാണ് ലതിക മാഡത്തിന് കിട്ടിയത്. അതോടുകൂടി നമുക്ക് ലതിക മാഡത്തിന്റെ ഒരു മോൾ ഡോക്ടറാണ്, മരുമോൾ ഡോക്ടറാണ്. ഇവർക്കൊന്നും മാറ്റി കൊടുക്കാൻ പറ്റാത്ത ആ ഒരു പ്രശ്നം, അതായത് വലിയ മീറ്റിംഗ് കേട്ടിട്ടുണ്ടാവും, വലിയ കൂടി ചേരുന്ന ഒരു അസുഖമായിരുന്നു. അവർക്ക് നടക്കാനും ഓരോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ സ്ട്രക്ചറിലാണ് കൊണ്ടുപോകുന്നത്. മറ്റാർ വരെ എന്താണ് കാണുന്നതാണ്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ സ്ട്രക്ചറിലാണ് അവർ എടുത്തു ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ അത്രയും വീട്ടിൽ പോയ സമയത്ത് നമ്മൾ കണ്ണിന് എന്താ പറയാ വെള്ളം വന്നു. അവിടെ പോയി കഴിഞ്ഞാൽ ശരിക്കും കൊല്ലത്ത് എഴുതാൻ പ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ട്. അവിടെ ഒരു വേറെ ലെവലിലാണ് അവർ ചെയ്യുന്നത്, ആർസിയെ കൊണ്ടുപോകുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ദൈവികമായിട്ടുള്ള ഒരു ഉൽപ്പന്നം എന്നുള്ള ലെവലിലാണ് അവർ അവിടെ പോകുന്നത്. എല്ലാവരും ദൈവവിശ്വാസമുള്ള ആളുകൾ തന്നെയാണ് അവര് ആ ലെവലിൽ. അതുപോലെ തന്നെ സ്വദേശി ഉൽപ്പന്നം എന്നുള്ള ലെവലിലാണ് അവിടെ മാർക്കറ്റിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ ആളുകളുടെ അസുഖങ്ങൾ, പല ആളുകളുടെ അസുഖങ്ങൾ മാറിയപ്പോൾ നമ്മളെ കാണുന്നത് നമ്മൾ കോഴിക്കോട് നാട്ടിലാണ്. കോഴിക്കോട് നമ്മളെ വീട് ഇപ്പൊ വെളുത്താൻ പേരാണെന്ന് വിനോദ പേരാണ് ആണ്ട പേരാണെന്ന് അവരെ ആ ഒരു സ്വീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വേറെ ലെവലാണ് നമ്മളെ കാണുന്നത്. ലീഡർ എന്ന് പറഞ്ഞ ലെവലല്ല അവർക്ക്. നമ്മളെ എന്താ പറയാ ദൈവദൂതൻ എന്താ ദീപക് ബജാജ് പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡറാണ് ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നേരിട്ട് അയച്ചിട്ടുള്ള മാലാഖയാണ്. അപ്പോ എല്ലാവർക്കും ഇതുപോലെ ഒരു മാലാഖയാവാനുള്ള അവസരം ഇവിടെ ആർസിഎമ്മിലുണ്ട്. അതെല്ലാവരും എന്ത് ചെയ്യാം, കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഏറ്റെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തരും നല്ലൊരു മാലാഖയായി മാറാൻ പറ്റും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് എല്ലാ അതുപോലെ തന്നെ സുരേഷ് സാർ എല്ലാ ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇവിടെ പല മഹാനന്ദന്മാരും വന്നുപോയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ഇതില് എനിക്ക് ഈ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ വൈകിട്ട് ആർസിഎമ്മിൽ ഇത്രയും സമയം ഇപ്പൊ 5 മണിയായി, 3:30 മുതൽ 5 മണി വരെ ഞാൻ സംസാരിച്ച കൊല്ലം ജില്ലയിൽ പോയിട്ട് നാളെ പോയിട്ട് 5 മിനിറ്റിന് കൂടുതൽ ഞാൻ സംസാരിക്കേണ്ട ആവശ്യം വരാറില്ല. കാരണം അവിടെ സംസാരിക്കുന്ന ജീവിതമാണ് മനസ്സിലായി. അപ്പൊ എനിക്ക് അവിടെ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് പോയി തരുന്ന ഒരു മോട്ടിവേഷൻ മാത്രമേ ഞാൻ അവിടെ കൊടുക്കാറുള്ളൂ. അതിന് മോട്ടിവേഷൻ കൊടുത്താണ് കഴിഞ്ഞ ദിവസം ബിഗിനറായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്റെ കാര്യങ്ങൾ. അപ്പൊ എല്ലാവർക്കും ഇതിന് അവസരമുണ്ട്. അപ്പൊ എല്ലാ ലീഡേഴ്സിനും എനിക്ക് ഒരു അവസരമുണ്ട്. എല്ലാ ലീഡേഴ്സിനും വളരെ സീരിയസ് ആണെന്നും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സെഷൻ മൈൻഡ്. താങ്ക് യു. ജയാസിയ.